ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. അങ്ങനെ ജീവിച്ചു പോകുന്നു. അസുഖമായി കഴിയുമ്പോൾ ഡോക്ടറെ പോയി കാണുന്നു, അസുഖം മാറാതെ വന്ന് അങ്ങനെ മരിച്ചു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്യും, കച്ചവടമൊക്കെ ആയി, ഒരു വീട് വെച്ചു, കുട്ടികളെ കെട്ടിച്ചു, ഒരു വാഹനമൊക്കെ മേടിച്ചു, അന്തസ്സിലൊക്കെ ജീവിച്ചു എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുന്നു. ചിലർക്ക് അതും കഴിയാതെ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ചെയ്തു കൂട്ടാൻ വേണ്ടി വന്നതാ, ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ നിരർത്ഥകമായ ഒരു ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചിത്രമാണ്. ചെറുപ്പക്കാർക്ക് അറിയുന്നില്ല എന്തിനാ ഞാൻ വന്നത്. നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ സൈന്യം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അവര് വളരെ സ്മാർട്ടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആധുനിക ടെക്നോളജി മനുഷ്യനുള്ള പോലെ അതിലും വലിയ ടെക്നോളജി പിശാചിനും അവന്റെ കൂട്ടുകാർക്കുമുണ്ട്. ഇബ്ലീസ് ആധുനിക ലോകത്ത് ചാർത്തിയിട്ടുള്ള അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബർമുഡ ട്രയാങ്കിൾ ആണെന്നൊക്കെ അതിനെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കേന്ദ്രീകരിച്ച് പിശാചവന്റെ സൈന്യത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ നിമിത്തമാകുന്ന ആ ഒരു കാലഘട്ടം, സ്വർഗലോകത്തെ ജീവിതത്തിൽ പിശാച് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച് മടി കാണിച്ച് അഹങ്കരിച്ച ആ സമയം അള്ളാഹു പുറത്തുപോ എന്ന് പറഞ്ഞപ്പോ, എനിക്ക് ലോകാവസാനം വരെ ജീവിക്കാൻ ആയുസ് തരണം എന്ന് അപേക്ഷിച്ചപ്പോ, നിനക്കത് ഞാൻ തരാം, നിന്റെ ശബ്ദം കൊണ്ട് നീ വേണ്ടവരെ നീ വശീകരിച്ച് എടുത്തേക്കണം, നിന്റെ സൈന്യം ഉപയോഗിച്ച് നീ വശീകരിച്ചെടുത്തേക്കണം, പക്ഷേ എന്റെ സ്വന്തം ആളുകളെ നിനക്ക് കിട്ടുകയില്ല കേട്ടോ എന്ന് അള്ളാഹു പിശാചിനോട് പറഞ്ഞ നേരം. പിശാചിന്റെ ശബ്ദവും പിശാചിന്റെ സൈന്യവും ആധുനിക ലോകത്തെ നമ്മുടെ സമകാലിക യുഗത്തിൽ സിനിമയും ഗാനമേളകളും റിയാലിറ്റി ഷോകളും നിരന്തരം മ്യൂസിക് ചെവിയിൽ വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരുടെ ശൈലിയുമൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടുപോയോ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു സമയത്താണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് ഞങ്ങൾ തൃപ്തിപ്പെട്ടു പടച്ചവനെ. നീ ഞങ്ങൾക്ക് തന്ന ഇസ്ലാം അത് ഞങ്ങൾക്ക് പൊരുത്തമാണ് അല്ലാഹ്, ഞങ്ങൾക്ക് തൃപ്തിയാണ് ഇസ്ലാം. വബിമുഹമ്മദിൻ നബിയ്യ, നിന്റെ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നബിയായി നീ നിയോഗിച്ചു തന്നത് ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പടച്ചവനെ. ഇത് മനസ്സുകൊണ്ട് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിരന്തരം ഹദ്ദാദ് റാത്തീബ് നമ്മൾ ചൊല്ലുന്നവരാണ്. ഒരുപാട് ഹിസുൻ, നമുക്ക് കാവൽ ലഭിക്കുന്ന, തഹസ്സുൻ ലഭിക്കുന്ന ആയത്തുകളും ദിക്റുകളും ഒക്കെ സമാഹരിച്ച ഹദ്ദാദ് റാത്തീബ്. അതിൽ ഒരു ദിക്ർ ഇങ്ങനെയാണ്: റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ ദാഖ തുഅമൽ ഈമാൻ. ഈമാനിന്റെ മധുരം അറിഞ്ഞിട്ടുണ്ട്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹു ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവർക്ക് ഈമാനിന്റെ മധുരം അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹുണ്ട് എന്ന് വിശ്വസിച്ചു, അതല്ലല്ലോ നമ്മുടെ അഖീദയിലെ അല്ലാഹുവിലുള്ള വിശ്വാസം. അത് മാത്രമല്ലല്ലോ, അല്ലാഹുണ്ട്, അതാർക്കറിയാത്തത്? അല്ലാഹു എന്റെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഓരോ ചലനത്തിലും അല്ലാഹു ഇടപെടുന്നുണ്ട്. റളീതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവേ നീ എന്താണ് തരുന്നത് അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് പടച്ചവനെ.
നിന്റെ അലംഘനീയമായ തീരുമാനങ്ങൾ എനിക്ക് പൊരുത്തമാണല്ലോ. അസുഖം വന്നാലും അൽഹംദുലില്ലാഹ്, കടബാധ്യതയിൽ കടത്തിൽ മുങ്ങിക്കുളിച്ചാലും അൽഹംദുലില്ലാഹ്, രോഗം വന്ന കിടപ്പിലായാലും എന്റെ അള്ളാഹുവിന്റെ തീരുമാനം അതല്ലയോ, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ പറയാൻ നമുക്കാവുന്നുണ്ടോ? വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമായത് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നോട് നീ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമാണ് പടച്ചവനെ. ഞാൻ നിന്റെ തീരുമാനം ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ ആജ്ഞ ഏറ്റെടുത്തിരിക്കുന്നു. കണ്ണിനെ സൂക്ഷിക്കണമെന്ന് നീ പറയുന്നത് എനിക്ക് പൊരുത്തമാണല്ലോ, ഞാനത് അംഗീകരിക്കാൻ ഒരുക്കമാണ്. എന്റെ ശരീരം വ്യഭിചാരത്തിലേക്ക് പോകാതെ സൂക്ഷിക്കണമെന്നും, എന്റെ കൈകൊണ്ട് മോഷണം നടത്തരുതെന്നും, എന്റെ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൂടെന്നും നീ എന്നോട് നിഷ്കർഷിക്കുന്ന നിന്റെ ദീനുൽ ഇസ്ലാം അതെനിക്ക് പൊരുത്തമാണ് പടച്ചവനെ. ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഖൽബ് കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ? വബിമുഹമ്മദിൻ നബിയ, നിന്റെ തിരുനബി അല്ലാഹുവേ ഞങ്ങൾക്ക് എന്താണ് നിന്റെ മുമ്പിലേക്ക് വരാനുള്ള വഴി എന്താണെന്ന് കാണിച്ചു തന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ അരികത്തേക്ക് വരാനുള്ള വഴി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നുവല്ലോ. അല്ലാഹുവേ ആ വഴിയിലൂടെ ജീവിക്കൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, കുടുങ്ങിയിട്ട് ചെയ്യല്ല, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അങ്ങനത്തെവർക്ക് ഈമാനിന്റെ മധുരമുണ്ട്. അവർ ഈമാൻ നുണഞ്ഞവരാണ്. അവരുടെ നിസ്കാരങ്ങൾക്ക് ആനന്ദമുണ്ട്. അവരുടെ റമളാനിന് ആനന്ദം വരാൻ പോകുന്നു. ഉംറക്കൊരു ആനന്ദമുണ്ട്, ഹജ്ജിനൊരു ആനന്ദമുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ ആനന്ദമുണ്ട്, രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആനന്ദമുണ്ട്, സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഭാരമാകുന്നില്ല. എന്തേ? എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയോ പിശാചിന് വേണ്ടിയോ? ഈ ഒരു ചോദ്യചിഹ്നം ഓരോരുത്തരുടെ മുമ്പിലേക്ക്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിലെ സുമുഖനായ ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരനാണ്. മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോ നബിയോടൊപ്പം പരിശുദ്ധമായ ത്വയ്ബ നഗരിയിലേക്ക്, മദീനയിലേക്ക് പോവാൻ കൊതിച്ച സുഹാബി സുഹൈബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഹാബിക്ക് മദീനയിലേക്ക് പോവാൻ സമ്മതിക്കാതെ മക്കക്കാർ നിഷ്ഠൂരമായി ബഹുമാനപ്പെട്ട സ്വഹാബിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് മറക്കിരിക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും പിന്നാലെ ആളുകൾ, സുഹൈബ് എങ്ങോട്ടായി പോകുന്നത്? മദീനയിലേക്ക് ഒളിച്ചോടുകയാണോ? അവിടെ പോയി തിരിച്ചു വന്നു. പാതിരാത്രി ഒന്നുകൂടെ മറയിരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴും ചില ശത്രുക്കൾ പിന്നാലെ നോക്കുന്നുണ്ട്. എവിടേക്കാണ് സുഹൈബ് രക്ഷപ്പെടുന്നത്? 500 കിലോമീറ്റർ ടാർ ചെയ്യാത്ത റോഡാണ്. നമ്മൾ ആലോചിക്കണം, സൗദി അറേബ്യയിലെ മക്കയും മദീനയും നിലകൊള്ളുന്ന പ്രദേശങ്ങളുടെ മരുഭൂമി പോലും കല്ലുകൾ നിറഞ്ഞ മരുഭൂമിയല്ലേ? ചെരുപ്പില്ലാതെയോ കാലിന് മറയില്ലാതെയോ നടക്കാൻ പറ്റാത്ത ഉറച്ച കല്ലുകളുള്ള ഭൂമിയിലൂടെ 500 കിലോമീറ്റർ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നടക്കാൻ ഒരുങ്ങി നടക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. രണ്ടാമതും മലമൂത്ര വിസർജനത്തിന് വെറുതെ ഒന്ന് ശത്രുക്കളെ പറ്റിക്കാനൊന്ന് പോയി തിരിച്ചു വന്നു. വീണ്ടും പോയി, അപ്പോഴും കൂടെ ആള് വന്നു. രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതൊക്കെ പാതിരാത്രിയിൽ. 4ാമത്തെ തവണയും മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു മറയിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഉറക്കത്തിന് എഴുന്നേറ്റ് പോകുമ്പോ ആളുകൾ പറഞ്ഞു, ലഅനഹുൽ ലാത്തു വൽ ഉസ്സാ, ലാത്തയും ഉസ്സായും ഞങ്ങളുടെ വിഗ്രഹങ്ങൾ അവരെ ശപിച്ചിരിക്കുന്നു, സുഹൈബിനെ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വയറിന് അസുഖം വന്നതാണ്, നമുക്ക് പോകണ്ട. വയറിന് അസുഖം വന്നു. എന്തേ? ലാത്തയും ഉസ്സയുടെയും ശാപം കിട്ടിയതാ എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ ഒരിക്കലൂടെ സുഹൈബ് റളിയല്ലാഹു അൻഹു പോയി വന്നു. അപ്പൊ ആരും പിന്നാലെ കൂടുന്നില്ല. അടുത്ത ഒരു പോക്കുകൂടെ പോയപ്പോഴാണ് മറയിരിക്കാനല്ല ബഹുമാനപ്പെട്ടവർ പോകുന്നത്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരുണ്ട് അങ്ങകലെ മദീനയിൽ കിടക്കുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ ഒന്ന് കാണാനുള്ള ആകാംക്ഷയിലുള്ള പോക്കാണിത്. റളിതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബിനോട് എനിക്കിഷ്ടമാണ്.
വബിൽ ഇസ്ലാമി ദീനൻ, മക്കയിലെ ബഹുദൈവാരാധന എനിക്ക് വേണ്ട, എനിക്ക് ഇസ്ലാം ഇഷ്ടമാണ്. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നബി തങ്ങൾ എന്റെ നബിയാണെന്ന് എനിക്ക് പൊരുത്തമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നടന്നു പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ സുഹൈബിനെ കാണുന്നില്ലല്ലോ, ആള് രക്ഷപ്പെട്ടോ? പിന്നാലെ കുതിരപ്പട പിന്നാലെ കൂടുകയായി. സുഹൈബ് റളിയല്ലാഹു അൻഹു സുബഹിയാകാറാകുമ്പോഴേക്കും മക്കയുടെ പരിസരം വിട്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പിന്നിൽ നൂറുകണക്കിന് ആളുകൾ കുതിരപ്പടയുമായി വരുമ്പോ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി ചെന്ന് ആവനാഴിയിലെ നൂറുകണക്കിന് അസ്ത്രങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു ഉറക്കങ്ങ് വിളിച്ചു പറഞ്ഞു, മലയുടെ മുകളിൽ കയറിയിട്ട് എന്റെ അരികത്തേക്ക് അടുത്താൽ സർവെണ്ണത്തിനെയും ഞാൻ എന്റെ അമ്പ് കൊണ്ട് കൊന്നുകളയും. സുഹൈബ്, നീ അത് ചെയ്യല്ലേ. എന്റെ അരികത്ത് വന്നാൽ ഞാൻ അമ്പെയ്ത് നിങ്ങളെ കൊലപ്പെടുത്തും. സുഹൈബേ, ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ ദാരിദ്ര്യമുള്ളവനായി വന്ന് കുറെ പൈസയുണ്ടാക്കി മദീനയിലേക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല സുഹൈബേ എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിങ്ങൾക്ക് പൈസയാണോ വേണ്ടത്? എന്റെ വീടുണ്ട് മക്കയിൽ, ഞാൻ പൈസക്കാരനായി മദീനത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ എന്റെ പൈസക്ക് നിങ്ങൾക്ക് ഞാൻ തരാം. മക്കയിലേക്ക് പോയിക്കോളൂ. എന്റെ വീടിന്റെ ഇന്നാലിന്ന വാതിലിന്റെ താഴെ കുഴിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ദീനാറുകള്. കുറച്ച് മൂലയിൽ നിന്ന് തപ്പി നോക്കിയാ കുറച്ച് ദിർഹമുണ്ട് അവിടെ. എന്റെ പെങ്ങളെടുത്ത് ഞാൻ കൊടുത്തേൽപ്പിച്ച കുറച്ച് സമ്പത്തുമുണ്ട്. എല്ലാം നിങ്ങൾ എടുത്തോളൂ, എന്നെ വിട്ടുതരോ, എനിക്ക് മദീനത്തേക്ക് പോണം. ഈ പൈസ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നീ പൊയ്ക്കോ. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ശത്രുക്കൾക്ക് വലിച്ചെറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മദീനയിലേക്ക് ചെല്ലുമ്പോ മരുഭൂമിയിലെ ക്ഷീണം മുഴുവനും അനുഭവിച്ച് തളർന്ന അവശനായി മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, കച്ചവടം വിജയിച്ചിരിക്കുന്നു സുഹൈബേ. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ. 3 പ്രാവശ്യമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഈ കച്ചവടം വിജയിച്ചു, ഇത് വിജയിച്ച കച്ചവടമാണ്. ഏതാണ് ആ കച്ചവടം? അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുലേക്ക് ഓടിയ ഓട്ടം. ആ കാത് അരുതാത്തത് കേട്ട കാതല്ല, ആ കണ്ണുകൊണ്ട് അരുതാത്തത് കണ്ടിട്ടില്ല സുഹൈബ് റളിയല്ലാഹു അൻഹു, ആ നാവുകൊണ്ട് അരുതാത്തത് പറഞ്ഞിട്ടില്ല സുഹൈബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് എന്റെ സമ്പത്ത് വേണോ? എന്നെയും എന്റെ റസൂലിനെയും എന്റെ ദീനിനെയും ഒന്ന് വിട്ടേക്കുമോ? എനിക്ക് മുസ്ലിമായി ജീവിക്കണം, എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് പോയി സുഹ്ബത്ത് വാങ്ങിച്ച് ജീവിക്കണം, എന്നൊന്ന് പോകാൻ അനുവദിക്കുമോ? ഇത് മാത്രമാണ് സുഹൈബ് റളിയല്ലാഹു ചോദിക്കുന്നത്. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, കച്ചവടം വിജയിച്ചു സുഹൈബേ, ഇത് ലാഭമുള്ള കച്ചവടമാണ് സുഹൈബേ. എന്തുകൊണ്ട് ലാഭമുണ്ടാകില്ല? വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്ത സ്വർഗം ഈ മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി ജീവിച്ച എല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിച്ച് റബ്ബിലേക്കുള്ള ഓട്ടം ഓടിയ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ സത്യവിശ്വാസികൾക്ക് പ്രകാശമുണ്ടാകും. നാളെ പ്രകാശം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അരുതാത്തത് കേൾക്കാതെ കാതിനെ സൂക്ഷിച്ച സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും, അള്ളാഹുവിനെ ഇഷ്ടമായി അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നാളെ കാണാൻ കഴിയും.
അവരുടെ മുമ്പിൽ പ്രകാശമുണ്ട്, വലത് ഭാഗത്തും പ്രകാശമുണ്ട്. ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണിവിടെ. ജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്ക് മനോഹരമായ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ സ്വർഗ്ഗലോകം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അല്ലാഹുവിന് വേണ്ടി, ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്, എന്നൊന്നും ജീവിക്കുന്നവരാണ്. ദാലിക ഹുവൽ ഫൗസുൽ അളീം. ഇങ്ങനെ പ്രകാശത്തോടുകൂടെ നബിയുടെ അനുയായികളും താബിഈങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഉലമാവും സാധാരണക്കാരിൽ മുത്തഖീങ്ങളായി ജീവിച്ചവരും നാളെ പ്രകാശം ചുരത്തി അല്ലാഹുവിന്റെ മഹ്ശറായിൽ നടക്കുമ്പോ, സ്വർഗ്ഗലോകത്തേക്ക് കടക്കുമ്പോ നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ പ്രകാശമുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ കൂടെ ജീവിക്കുന്നവന്റെ കൂടെ യഈശു മഅല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. മ്യൂസിക് തലയിൽ വെച്ച് പാട്ട് കേട്ട് നടക്കുന്നവന്റെ കൂടെ ജീവിക്കുന്നത് യഈശു മഅശ്ശൈത്വാൻ, അവൻ പിശാചിന്റെ കൂടെയാണ്. എങ്ങനെ പ്രകാശം ഉണ്ടാവുക? അല്ലാഹുവിന് വേണ്ടി ജീവിച്ചോ നമ്മൾ? അല്ലാഹുവിന് വേണ്ടി എല്ലാം റബ്ബ് മതിയെന്ന് നബിയുടെ മുമ്പിൽ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ ഒട്ടകപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഒട്ടകം കിതക്കുന്നുണ്ട്, അയാളും തളർന്നവശനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ വന്ന മനുഷ്യൻ നമ്മളെയാണല്ലോ നോക്കുന്നത്. അതേ നബിയെ, അയാൾ നമ്മളെ പോലെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഫഅൈന തുരീദ്, നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണം? എവിടെന്നാ വരുന്നത്? നബിയേ, ഞാൻ വരുന്നത് എന്റെ കുടുംബം. അഖ്ബൽതു മിൻ അഹ്ലി വവുൽദി വഅശീറതി, എന്റെ ഭാര്യ, മക്കളെ, കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നതാണ്. എങ്ങോട്ടാ വന്നത്? എങ്ങോട്ടാ വന്നത്? ഉരീദു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് വേണം. നബിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ചോദിക്കുന്നത് നബിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഉരീദു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വന്നതാണ്. നബി തങ്ങളുടെ മറുപടി, ഫഖദ് അസബ്ത, ആ കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഞാൻ തന്നെയാണ് ആ റസൂലെന്ന്. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖങ്ങനെ തിളങ്ങാൻ തുടങ്ങി, മുഖത്ത് പ്രകാശം പരക്കാൻ തുടങ്ങി, കണ്ണുകൾക്ക് തിളക്കം വന്നു തുടങ്ങി. യാ റസൂലല്ലാഹ്, അങ്ങാണ് അല്ലാഹുവിന്റെ റസൂലെങ്കിൽ അല്ലിംനീ മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു തരുമോ എനിക്ക്? പറഞ്ഞു തരാം. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت. ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നബിയെ ഖദ് അഖറർത്, അതൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു നബിയെ, എല്ലാം ഉറച്ചു വിശ്വസിച്ചു നബിയെ, ഞാനത് ഏറ്റെടുത്തിരിക്കാൻ. ഇസ്ലാം പഠിക്കാൻ വേണ്ടി വരികയാണ്. ആദ്യത്തെ വരവ് എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, പഠിപ്പിച്ചു തരൂ നബിയെ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പോട്ടെ നബിയെ. ഒട്ടകം ചലിക്കാൻ തുടങ്ങി. ഒട്ടകം നടന്ന് നടന്ന് മുന്നോട്ട് പോയപ്പോ എലികൾ ഉണ്ടാക്കിയ ഒരു മാളമുണ്ടവിടെ. ആ മാളത്തിലേക്ക് ഒട്ടകത്തിന്റെ കാല് കുത്തിയപ്പോ ഈ സ്വഹാബി നബിയുടെ മുമ്പിൽ വന്ന് മുസ്ലിമായി പോകുന്ന നബിയെ കണ്ട സന്തോഷത്തിൽ കണ്ണുകൾ നനഞ്ഞുപോയ ആരോ ഒരാളെ ദാഹാർത്തനായി കടന്നു വന്ന് ആരെയാണോ കാണാൻ കൊതിച്ചത് ആ നബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണ് നിറയെ കണ്ട് ഈമാൻ പുലുകിയിട്ട് തിരിച്ചു പോകുമ്പോ ഒട്ടകം ഒരു കുഴിയിലേക്ക് വീണിട്ട് ആ ഒട്ടകത്തിന്റെ മേലെ നിന്ന് കഴുത്തുകുത്തി വീണുപോയി സ്വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലയ്യ ബിർറജുൽ, അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഉടനെ ഓടിച്ചെല്ലുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നവരെ കൈയെടുത്ത് കൊണ്ടുവന്നു. ഇരുത്തി നോക്കിയിരിക്കാൻ പറ്റുന്നില്ല. കടത്തി നോക്കി, ശ്വാസം നോക്കുമ്പോൾ ശ്വാസം പോയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ സ്വഹാബിയുടെ മുമ്പിലേക്ക് വന്ന് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചു. യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്താണ് അങ്ങ് ചെയ്തത്, അങ്ങെന്തിനാ മുഖം തിരിച്ചത്? മറ്റൊന്നുമല്ല സ്വഹാബികളെ, റഅയ്തു സൗജതൈഹി മിനൽ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐനുകളിൽപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ ഇയാളുടെ അടുത്തേക്ക് ഓടി വന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ എന്റെ മുഖം തിരിച്ചത്. എന്താണ് ചെയ്യുന്നത്?
യദുസ്സാനി ഫീഹി മിൻ സിമാരിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പഴങ്ങൾ ഈ മനുഷ്യന്റെ വായയിലേക്ക് ആ രണ്ട് പെണ്ണുങ്ങളും വെച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണ് തിരിച്ചതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫഅലിംതു അന്നഹു മാത ജായിഹ, വിശന്നിട്ടാണ് ഈ മനുഷ്യൻ മരിച്ചതെന്ന് എനിക്കപ്പോൾ ബോധ്യപ്പെട്ടുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ഖൽബിലേക്ക് കയറി ഏതാനും മിനിറ്റുകളായപ്പോഴേക്കും ഹൂറുൽ ഈനുകൾ വന്ന് സ്വീകരിക്കുന്ന പരുവത്തിലേക്ക് ഖൽബിലേക്ക് ഈമാൻ കയറിയവര് പെട്ടെന്ന് മതി. ചില ആളുകൾക്ക് ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് ഒരുപാട് സമയമെടുത്തിട്ട് നല്ലവരായി ജീവിച്ച് ഫയസ്ബിഖുൽ കിതാബ്, അള്ളാഹുവിന്റെ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് അത് മുൻകടക്കുകയും അവസാന കാലം വെച്ച് മോശപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ. ഒരുപാട് കാലം മോശപ്പെട്ട് ജീവിച്ചു, പെട്ടെന്ന് നന്നായി സ്വർഗത്തിലേക്ക് പോകുന്നവർ എത്ര ആളുകളുണ്ടെന്ന. ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, വയസ്സ് 60-70 കഴിഞ്ഞിട്ടുണ്ട്, നല്ല നിലക്ക് ജീവിച്ച് പള്ളിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ നിരന്തരം പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളാണ്. ഒക്കെ ശരിയാണ്. മകൻ വീട്ടിൽ വന്ന് TV വാങ്ങിയതിന് ശേഷം മുമ്പ് സീരിയലിന്റെ അഡിക്റ്റാ. 70 വയസ്സായതിന്റെ ശേഷം സിനിമ കണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, സിനിമ കാണുന്ന വല്യമ്മമാർ, സിനിമ കാണുന്ന വല്യാപ്പമാർ, അങ്ങനെ കാലം കഴിഞ്ഞ് അവസാന കാലാകുമ്പോഴേക്കും ഒരു 10-100 സിനിമ കണ്ടിട്ടുണ്ടാവും മിനിമം. അങ്ങനെ മരിച്ചു പോകുന്ന, നല്ലവരായി തുടങ്ങി അവസാനം മോശപ്പെടുന്ന എത്ര ആളുകളുണ്ട് ഇല്ലേ? സീരിയലും പിടിച്ചിട്ടുണ്ട്, റിമോട്ടും പിടിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ? വയസ്സുകാലത്ത് 40 കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങിക്കൊള്ളണം. 40 കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ ഒരുങ്ങുന്നില്ലെങ്കിൽ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ സാധിക്കാതെ മരിക്കുമോ എന്ന് പേടിക്കണമെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. 40 കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആവണം. അതിന് മുമ്പ് തന്നെ വേണം. 40 കഴിഞ്ഞാൽ എന്തായാലും നല്ലവരായി ജീവിച്ച് പിന്നെ അവസാനം സിനിമ കണ്ട് മരിക്കുന്ന വല്യപ്പന്മാരും. പുന്നാര മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു പരീക്ഷിക്കാൻ വിട്ട ലോകമാണിത്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, എന്താണോ നിങ്ങൾ അവസാനമായി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹു നിങ്ങളുടെ അമലുകൾ നോക്കുന്നത്. എങ്ങനെ അവസാന കാലം എന്ത് ചെയ്തു അതനുസരിച്ച് അല്ലാഹു നമ്മളും തമ്മിലുള്ള രേഖ, അങ്ങനെയാണ് റബ്ബ് രേഖപ്പെടുത്തുന്നത് അവസാന കാലം എങ്ങനെയാണ്. അതുകൊണ്ട് ശഅബാൻ വന്നിരിക്കുകയാണ്, റമളാൻ വരാൻ പോകുന്നുവെന്ന് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നന്നാവാൻ തൗഫീക്ക് തരട്ടെ. കഴിഞ്ഞു പോയ കാലത്തെ തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. നന്നാവണം, അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ ശൈഖ് ഇബ്രാഹിം അദ്ഹം ശൈഖ് അവറുകളെ, തെറ്റ് ചെയ്യാൻ തോന്നുകയാണ്, എങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കിയാലും പിടിക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വന്ന് പറഞ്ഞ വാക്കാണത്. ഇന്ന നഫ്സി തദ്ഫഉനി ഇലൽ മആസി ഫഅദ്നി മൗഇള, എന്റെ ശരീരം എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ശൈഖ് അവറുകളെ, ഇബ്രാഹിം അദ്ഹം തങ്ങളോടാ ചോദിക്കുന്നത്, ഫഅദ്നി മൗഇള, എനിക്ക് നിങ്ങളൊരു ഉപദേശം തരുമോ? ചെറുപ്പക്കാരൊക്കെ പറയില്ലേ, കണ്ണ് സൂക്ഷിക്കാൻ പറ്റണേ, എങ്ങനെയായാലും നോക്കി പോവാണ്, വേണ്ടാന്ന് വിചാരിച്ചാലും ചെയ്തു പോവുകയാണെന്ന്, ശരീരം തിന്മയിലേക്ക് വിളിക്കുന്നുണ്ട്, ഒരു ഉപദേശം തരുമോ? അങ്ങനെ സംശയമുള്ള മുഴുവൻ ആളിലേക്കും മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ഈ ഉപദേശം ഞാൻ കൈമാറുകയാണ്, എന്റെ സ്വന്തം ശരീരത്തോടും. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലേ നീ ആ തെറ്റങ്ങ് ചെയ്തോ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ ചോദിക്കുന്നതിന് നീ ഉത്തരം തരണം. പിടിച്ചേക്കാൻ പറ്റില്ല, നീ ചെയ്തോ, പക്ഷെ എനിക്ക് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്, അതിന് നീ മറുപടി തരണം. ഒന്ന്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ നിനക്ക് മോഹം തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയി നീ മറഞ്ഞിരുന്ന് ചെയ്തേക്കണം. വാതിലടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴേ അള്ളാഹ് കാണാത്ത സ്ഥലമല്ലല്ലോ അത്, അള്ളാഹു കാണാത്തിടത്തേക്ക് പോയേക്കണം. യാ ശൈഖ്, അള്ളാഹ് കാണാത്തൊരിടമുണ്ടോ ഭൂമിയിൽ? എന്നാ നീ പറയുക, എങ്ങനെയാ നീ തെറ്റ് ചെയ്യാ? രണ്ടാമത്തെ വിഷയം, അള്ളാഹുവിന് തെറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ തഅസ്ഹി ഫീ അർളി, അള്ളാഹിന്റെ ഭൂമിയിൽ വെച്ച് തെറ്റ് ചെയ്യല്ലേ, നീ വേറെവിടെങ്കിലും പോയിക്കോ, ഭൂമിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. ശൈഖ് അവറുകളെ, ഭൂമിയിലല്ലാതെ ഞാൻ എവിടെ പോകും?
ആകാശം ഭൂമിയുടെ ഭാഗമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നതേ ഭൂമിയുടെ ഭാഗമാണ്. നമുക്കറിയാലോ, മണ്ണ് മാത്രമല്ല, ഭൂമിയുടെ മേലെയുള്ള 80 കിലോമീറ്ററോളം വരുന്ന അന്തരീക്ഷം, ഓക്സിജൻ കിട്ടുന്ന ഭാഗം ഭൂമിയുടെ ഭാഗമാണ്. ഭൂമിയോടൊപ്പം ഈ വായു തിരിയുന്നുണ്ടെന്ന് അത് വലിയൊരു അത്ഭുതമാണ്. ഒരു സയൻസിന്റെ ഒരു വലിയൊരു അത്ഭുതകരമായ കണ്ടുപിടുത്താണ്. ഭൂമിയോടൊപ്പം അതിന്റെ മേലത്തെ എയറും ഒരുപോലെ തിരിയാണെന്നാണ്. അല്ലെങ്കിൽ സൗകര്യം കിട്ടുമായിരുന്നു, പൈലറ്റുമാർക്ക് പണി കുറഞ്ഞിരുന്നേനെ. ഭൂമി ഏതായാലും തിരിയാണല്ലോ, ഇടത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കരിപ്പൂരിൽ നിന്ന് ഒരാൾക്ക് നൈറോബിയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ മൊറോക്കോയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ജോഹന്നസ്ബർഗിലേക്ക്, ആഫ്രിക്കയിലേക്ക് പോകണമെങ്കിൽ ഫ്ലൈറ്റ് നേരെ എയർപോർട്ടിൽ നിന്നാണ് പൊന്തി ആകാശത്ത് ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഭൂമി ഇങ്ങനെ തിരിഞ്ഞു വരൂലേ, അപ്പോൾ താന്നെടുത്താൽ മതി. അങ്ങനെയല്ല, ഭൂമിയും വായുവും ഒരുമിച്ചാണ് തിരിയുന്നത്. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒന്നാ പോരെ, വെയിറ്റ് ചെയ്താൽ പോരെ, ഭൂമി ഉരുണ്ട് വരട്ടെ, അപ്പം നമുക്ക് ലാൻഡ് ചെയ്യാം. അങ്ങനെയല്ല, അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സീറു ഫിൽ അർളി എന്ന് ഖുർആൻ പറയുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണില്ലേ. അലൽ അർളി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മണ്ണിലൂടെ എന്തെങ്കിലും ചിന്തിച്ചു പോയേനെ. ഫിൽ അർളി എന്ന് പറഞ്ഞ ജവ്വലും ഫിയാണ്, ഭൂമിയാണ്. ആകാശവും ഭൂമിയാണ്, നമ്മുടെ അന്തരീക്ഷവും ഭൂമി. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ മണ്ഡലം ഒക്കെ അള്ളാഹുവിന്റെ ലോകമാണ്. ഫ്ലൈറ്റിൽ നിന്ന് മ്യൂസിക് കേൾക്കുന്നവരുണ്ട്, ഇൻ ഫ്ലൈറ്റ് എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ഫ്ലൈറ്റിൽ ഉണ്ടാകും കുറെ റെക്കോർഡ് ചെയ്ത കുറെ മൂവികൾ, അതെടുത്ത് കാണുന്നവരുണ്ട് ആകാശ ലോകത്ത് വെച്ച്. വാവാട് ഉസ്താദ് പറഞ്ഞു, ഒരിക്കൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, സാരല്ല കുട്ടി, നിങ്ങൾ യാത്ര ചെയ്യുന്നത് ആകാശത്ത് കൂടിയല്ലേ, മലക്കുകളുടെ ലോകല്ലേ, തെറ്റ് ചെയ്യാത്ത ലോകല്ലേ, ഖൈറാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ്, അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരെ അറിയില്ലേ, സമസ്തയുടെ മഹാനായ ഒരു ആലിമായ വലിയ, അതുപോലെ ഒരുപാട് സാത്വികരായ ഉലമാ, അവർക്കൊക്കെ അള്ളാഹു ആയുസ്സുൽ ബറക്കത്തും ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തെറ്റ് ചെയ്യാത്ത ലോകമല്ലേ ആകാശ ലോകം. അവിടെയും ചെന്ന് നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെയും കള്ള് വിളമ്പാണ്, മദ്യം കുടിക്കുകയാണ്, പാട്ട് കേൾക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനാവശ്യമായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആകാശ ലോകത്തെ വലിയ നിഅമത്തുള്ള ഒരു യാത്ര കഴിഞ്ഞ് മനുഷ്യൻ ഭൂമിയിലെ മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ഇദാ അറദത അൻ തഅസുല്ലാഹ് ഫലാ തഅസുഹി ഫീ അർളിഹി. അല്ലാഹു പറഞ്ഞതിന് എതിര് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാന്റെ ഭൂമിയിൽ നിന്ന് ചെയ്യാൻ പാടില്ല. ആര് പറഞ്ഞു? ഇബ്രാഹിം അദ്ഹം തങ്ങള്. ശൈഖ് അവറുകളെ, ഭൂമിയിലല്ലാതെ എവിടെ പോവാനാണ്? എന്നാ നീ ആലോചിക്കണം. അള്ളാഹുവിനെ നീ എതിര് ചെയ്യുകയാണെങ്കിൽ ഫലാ തസ്കുൻ ഫീ അർളിഹി, അള്ളാന്റെ ഭൂമിയിൽ നീ താമസിക്കാൻ പാടില്ല. ഞാൻ എവിടെ പോയി പിന്നെ താമസിക്കും? ഓർത്തേക്കണം, അള്ളാന്റെ ഭൂമിയിൽ താമസിച്ചുകൊണ്ടാണ് നീ തെറ്റ് ചെയ്യുന്നത്. അള്ളാഹുവിന് തെറ്റ് ചെയ്യണമെന്ന് നിന്റെ ശരീരം പിടിച്ചു നിൽക്കണില്ല എന്ന് പറയുകയാണെങ്കിൽ നീ തന്നെ പറ, അള്ളാഹു തന്ന ഭക്ഷണം തിന്നിട്ട് നീ അത് ചെയ്യാൻ പാടില്ല. അള്ളാഹു തരുന്ന ഭക്ഷണം തിന്നാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമാ തസ്തഹി, നിനക്ക് നാണം തോന്നുന്നില്ലേ? അൻ തഅസിയല്ലാഹ് വഹുവ യുത്ഇമുക വയസ്ഖീക്. എങ്ങനെ നീ തെറ്റ് ചെയ്ത് ജീവിക്കുന്നു സഹോദരീ സഹോദരാ? വഹുവ യുത്ഇമുക വയസ്ഖീക്, അവനല്ലേ നിനക്ക് ഭക്ഷണം തന്നത്, അവനല്ലേ നിനക്ക് വെള്ളം തന്നത്. വയഹ്ഫദു അലൈക ഖുവതക്, അല്ലാഹു അല്ലേ നിന്റെ ആരോഗ്യം നിനക്ക് നിലനിർത്തി തരുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, കുറച്ചുകൂടെ പറഞ്ഞു തരും, കുറച്ചുകൂടെ പറഞ്ഞു തരണം. ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ മറുപടി, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോ ഒന്ന് കുതറി ഓടിയേക്കണം. ആർക്കാണ് ഓടാൻ കഴിയുക? ഇന്നമാ യുസാഖൂൻ, അവർ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചേക്കപ്പെട്ട് കൊണ്ടുപോകപ്പെടുന്നവരല്ലോ. നിന്റെ തെറ്റുകള് നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ വായിക്കാൻ വേണ്ടി പറയുമ്പോ പറഞ്ഞേക്കണം, പടച്ചവനെ പച്ച നുണയാണ് ഈ പറയുന്നത്, ഞാൻ ചെയ്യാത്ത തെറ്റുകളാണ് മലക്കുകൾ രേഖപ്പെടുത്തിയത് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നീ എന്ന് നിഷേധിച്ചേക്കണം. കഴിയില്ലല്ലോ, വായകൾക്ക് സീല് വെക്കപ്പെടുമല്ലോ അന്ന്. എങ്ങനെയാ പറയാൻ പറ്റുക? മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ ഈ സാരോപദേശം കേട്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹ്, പടച്ചവനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹ് ഫൈനൽ കിറാമുൽ കാതിബൂൻ,
എല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ടല്ലോ. വൽ മലായികത്തുൽ ഹാഫിളൂൻ, ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. വശുഹൂദുൻ നാതിഖൂൻ, എല്ലാം വിളിച്ചു പറയുന്ന കൈകാലുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാനുണ്ടല്ലോ. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് ഈ വാക്കും പറഞ്ഞങ്ങനെ പോവാൻ. ഐനൽ കിറാമുൽ കാതിബൂൻ വൽ മലായികത്തുൽ ഹാഫിളൂൻ വശുഹൂദുൻ നാതിഖൂൻ. പടച്ചവനെ, ഇനി എനിക്ക് നിന്റെ ഭൂമിയിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നിന്റെ ഭൂമിയിൽ നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ ഭൂമിയിൽ താമസിച്ച് നീ കാണുന്നിടത്ത് വെച്ച് എനിക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു ചിന്ത നമുക്ക് ഈ സദസ്സിൽ നിന്ന് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് എഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലി നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കണത് അതിന്റെ ആമുഖമാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഉന്മേഷം കിട്ടാൻ, കാലൊക്കെ തെരച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് വാം അപ്പ് എന്ന് പറയില്ലേ, അടുത്തുള്ള കണ്ടലും കുത്തല്ലേ കയ്യൊന്നും. പിന്നെ ആർക്കെങ്കിലും ബോറടിച്ചിട്ട് എഴുന്നേറ്റ് പോവാനോ, തിരക്കുണ്ടായിട്ട് പോവാനോ, സൗകര്യക്കുറവുണ്ടായിട്ട് പോകാനോ ഉള്ള ആളുകൾക്ക് ഈ നൃത്തത്തിന്റെ അടിയിൽ കഴിച്ചിലാവണം. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിർത്തും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയാൽ സുഖം ആരും കാണൂല. അത് നിങ്ങൾക്കൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്യാണ്. തിരക്കുള്ളവരൊക്കെ പോയിക്കോളി, ഒരു പ്രശ്നമില്ല. നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുവേ. അൽഹംദുലില്ലാ. അവർ സ്വലാത്ത് കിട്ടലുമായി, നമുക്കൊരു ഉന്മേഷമായി. പിന്നെ പെണ്ണുങ്ങളൊന്നും കുട്ടികളെ വെച്ചിട്ടൊന്നും എഴുന്നേൽക്കണ്ടേ. പ്രായമുള്ളവർ, കാലിന് വേദന ഉള്ളവർ സ്റ്റേജിലൊന്നും ആരും എഴുന്നേൽക്കണ്ടേ. ഇൻഷാ അല്ലാഹ്. ഇരിക്കി ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാ. ഒന്നും കൂടെ കൂട്ടാനൊന്നുമില്ലല്ലോ, ബാക്ക് വോയിസ് ഒന്ന് കൂട്ടിയാലേ. അപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു 3 സംഭവമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു നിമിഷം കൊണ്ട്, ഒരൽപ്പം ഏതാനും മിനിറ്റുകളെ കൊണ്ട് ഈമാൻ ഖൽബിലേക്ക് കയറി. ഹൂറുല്ലീനുകൾ വായിലേക്ക് പഴങ്ങൾ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ, ആ പെണ്ണുങ്ങളെ കണ്ടപ്പോ മുഖം തിരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിന് ജീവിതത്തിൽ മുഴുവനും ഓർക്കാൻ പറ്റുന്ന ഒരു ഉപദേശം കൊടുത്ത ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സാരോപദേശം ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്, വിശേഷിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. القينات تعزف القينات تعزف على رؤوسهم القينات. ലോകാവസാനത്തോടടുക്കുമ്പോൾ ഈ ലോകത്തിന്റെ ചിത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണത്. തുഅസഫു അലാ റൂസിഹിം അൽ ഖൈനാത്ത്. പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ തലയുടെ മുകളിൽ മ്യൂസിക് കളിക്കുന്ന കാലം. അസ്ഫ് എന്ന് പറഞ്ഞാൽ ടു പ്ലേ എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഏതെങ്കിലും ഒരു മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതിനാണ് അസഫ എന്ന് അറബിയിൽ പറയാ. തുഅസഫു, മ്യൂസിക് നടക്കപ്പെടും, മ്യൂസിക് ഉപയോഗിക്കപ്പെടും. എവിടെ? അലാ റൂസിഹിം, അവരുടെ തലയിൽ. ഹെഡ്ഫോൺ അങ്ങ് ഓർമ്മല്ലേ? ആരാണതിൽ മ്യൂസിക് കളിക്കുന്നതെന്ന് അറിയാം. അൽ ഖൈനാത്ത്, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ പാടുന്ന പാട്ടുകൾ മ്യൂസിക് തലയിൽ കേൾക്കാൻ പറ്റുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത്ഭുതകരമായ ഒരു ഹദീസാണത്. ഹെഡ്ഫോണൊക്കെ ഉള്ള കുട്ടികൾ വെച്ചെടുക്കണേ, തലയാട്ടിട്ട് ഇങ്ങനെ നടക്കണില്ലേ? ഭൂമിയിൽ നടക്കണ ഒന്നും ഭൂകമ്പണ്ടായ വരെ അറിയില്ല. അങ്ങനെ നടക്കുന്ന ഒരു നടത്തം, തലയിൽ ഹെഡ്ഫോൺ വെച്ച് മ്യൂസിക് കേൾക്കുക എന്നാണ് ആ ഹദീസിന്റെ പച്ചയായ അർത്ഥം. അങ്ങനത്തെ ഒരു കാലം വരുന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിക്കുന്നത് എന്തിനാണെന്നറിയാത്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, മുസ്ലിമീങ്ങളല്ലാത്തവർ. നമ്മൾ വലിയ ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെ ആയിക്കൂടല്ലോ. വിശുദ്ധ ഖുർആൻ പിശാചിന്റെ താക്കീതുകൾ പറയുന്നുണ്ട്. أرأيت هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن
ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ. ലോകാവസാനം വരെ ആയുസ് നീ എനിക്ക് തരികയാണെങ്കിൽ ആദം നബിയുടെ മക്കളുണ്ടല്ലോ, ആ മക്കളിൽ ചെറിയ ഒരു വിഭാഗത്തെ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളെയും ഞാൻ വഴിപഴപ്പിക്കും. ഇബ്ലീസുൽ ലഈൻ പറഞ്ഞിട്ടുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. ഖാലദ്ഹബ്, അല്ലാഹുവിന്റെ മറുപടി, നീ പോയിക്കോ. ഖാലദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉഹും ജസാഉഹും ജസാഅൻ മൗഫൂറാ. നീയും നിന്നെ പിൻപറ്റുന്ന മുഴുവൻ ആളുകൾക്കും നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. നിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് വേണ്ട മുഴുവൻ ആളുകളെയും നീ വഴിപിഴപ്പിച്ചോ. നിന്റെ കൂടെ ആരൊക്കെ കൂടുന്നുണ്ട് അവരെയും നിന്നെയും നിന്റെ മക്കളെയും നരകത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് അള്ളാഹു താക്കീത് ചെയ്തു വിട്ടത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. റോമക്കാരനായൊരു രാജാവ് അന്നത്തെ മുസ്ലിം ഖലീഫയോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഒരാളെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കണം. അന്ന് ഡിബേറ്റുകൾ ചെയ്ത് സംവാദം ചെയ്ത് വിജയിച്ചിരുന്ന വലിയ അഖീദയുടെ ഇമാമ, ഇൽമുൽ കലാമിലെ വലിയ പണ്ഡിത്യമുള്ള ആളാ മഹാനായ അബൂബക്കർ അൽ ബഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ക്വാണ്ടം ഫിസിക്സ് ലോകത്തിന് വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത മഹാന അബൂബക്കർ അൽ ബഖില്ലാനി തങ്ങൾ സമയം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ലോകത്തോട് തുറന്ന് സമർത്ഥിച്ച ഇസ്ലാമിക പണ്ഡിതൻ അബൂബക്കർ അൽ ബഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി. രാജാവിന്റെ മുമ്പിലേക്ക് വന്നപ്പോ രാജാവിന്റെ മുമ്പിൽ വരുന്ന മുഴുവൻ ആളുകളും they should bow down in front of him. രാജാവിന്റെ മുമ്പിൽ നമിക്കണം, തലകുനിക്കണം. റോമക്കാരെന്ന് പറഞ്ഞ അന്നത്തെ സിറിയ, അന്നത്തെ ഇറാഖിന്റെ ചില ഭാഗങ്ങൾ, അന്നത്തെ ടർക്കി, ഇന്നത്തെ തുർക്കി, അതൊക്കെ ഭരിക്കുന്ന റോമക്കാരാണ്, യൂറോപ്യൻസ്. അതിൽപ്പെട്ട രാജാവാ വിളിച്ചത്. അബൂബക്കർ ബാഖില്ലാനി തങ്ങൾ വന്നപ്പോ തലകുനിച്ച് വരാൻ വേണ്ടി അദ്ദേഹം നിവർന്നങ്ങോട്ട് നടന്നു. രാജാവിന്റെ മുമ്പിൽ തലകുനിച്ചില്ല. അപ്പൊ ബാക്കിലൊരു പിൻവാതിലുണ്ട്, ചെറിയ വാതിൽ. ആ വാതിലിലൂടെ കടക്കാൻ വേണ്ടി പറഞ്ഞു രാജാവ്. അതിലെ വാന്ന് പറഞ്ഞു. അതിലെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി തല മുട്ടാതിരിക്കാൻ തല കുനിഞ്ഞു വരും. ആ കുനിച്ചിൽ എനിക്കായിക്കോട്ടെ എന്നാ രാജാവ് വിചാരിച്ചത്. അല്ലാമ അബൂബക്കർ ബാഖില്ലാനി പുറം തിരിഞ്ഞു നിന്നിട്ട് റിവേഴ്സ് വരുന്ന പോലെ വന്നു. അപ്പോഴും രാജാവിന്റെ മുമ്പിൽ തല കുനിച്ചില്ല. അപ്പൊ മനസ്സിലായി ഇയാൾ ഇച്ചിരി ബുദ്ധിയുള്ള ആളാണ്. കൊട്ടാരത്തിലുള്ള ഒരു മ്യൂസീഷ്യൻ ഉണ്ട്. അദ്ദേഹം തന്റെ ഇൻസ്ട്രുമെന്റ് അങ്ങ് പ്ലേ ചെയ്താൽ എല്ലാവരും ആടും. നല്ല ആട്ടമാണ്. പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ആടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മ്യൂസിക്. യൂറോപ്യൻസ് മുമ്പേ അതിൽ അഗ്രഗണ്യര. ഇന്ന് മ്യൂസിക് ലെസൺസ് നമ്മുടെ സ്കൂൾ കരിക്കുലങ്ങളിൽ മ്യൂസിക് പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് സ്ഥാപനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം രാജ്യങ്ങളിൽ പോലും. അല്ലാമ അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹിയുടെ മുമ്പിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം കാലിൽ തന്റെ കൈ കൊണ്ട് നഖം ഉപയോഗിച്ചുകൊണ്ട് കാലിന്റെ അടിഭാഗം മാന്തിയെടുത്ത് ചോര വന്നു. ആ ചോരയും വേദനയും കടിച്ചിറക്കി അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു. തന്റെ ചെവിയിൽ ഇത് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് മഹാനായ അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി, ഞാനിത് കേട്ടില്ല എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം ആടിയിട്ടില്ല, ചാടിയിട്ടില്ല. എന്തേ? ആ സമയത്ത് എന്റെ കാലിലെ ചോരയും മുറിവും ആ വേദനയിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഇത് കേൾക്കാതിരിക്കാൻ മനഃപൂർവ്വം മുറിവ് വരുത്തി. ഇതെനിക്ക് കേൾക്കണ്ട. അങ്ങനെയാണ് വലിയ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയത്. ഇനി നമ്മളോട് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അത് അംഗീകരിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. അതിനാണ് ഞാൻ ആദ്യമേ ഒരു ഹദീസ് പറഞ്ഞത്, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എന്തു പറഞ്ഞു? അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിഷയത്തെക്കുറിച്ച് എന്തു പറഞ്ഞു? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? മഹാന്മാരായ മുജ്തഹിദീങ്ങളായ 4 മദ്ഹബിന്റെ ഇമാമുമാർ ഈ വിഷയത്തിൽ എന്തഭിപ്രായം പറഞ്ഞു? അതൊക്കെ ചർച്ച നടക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ റളീതു ബില്ലാഹി റബ്ബൻ, എന്റെ റബ്ബിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു. റബ്ബേ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്.
വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിലെ നിന്റെ നിയമങ്ങൾ എനിക്ക് പൊരുത്തമാണ് പടച്ചവനെ. എന്റെ ശരീരത്തിന് ഇഷ്ടമുള്ളത് നിനക്കിഷ്ടമല്ലെങ്കിൽ എനിക്കത് വേണ്ട റബ്ബേ. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് പൊരുത്തമാണല്ലാ എന്റെ നബി പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കാൻ ഒരുക്കമാണ്. ആ മനസ്സുള്ളവർക്ക് ഈ പറയാനുള്ളത് ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലാഹു നമ്മുടെ ഖൽബിനെ നന്നാക്കി തരട്ടെ. നിഗാഹേ ഇശ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വഹ വഹി യാസീൻ. നബിയല്ലോ ആദ്യത്തവർ, നബിയല്ലോ അവസാനത്തവർ, നബിയല്ലോ യാസീൻ, നബിയല്ലോ ത്വഹ. അവിടെന്ന് പറഞ്ഞതല്ലോ അള്ളാഹുവിന്റെ മുറാദുകൾ. അള്ളാഹിന്റെ മുറാദുകൾ എന്തോ അത് ഖൽഖിന് സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുത്തവരാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എനിക്കിഷ്ടമല്ല, നബിക്ക് ഇഷ്ടമുള്ളത് എന്റെ ഇഷ്ടമാണ്, നിനക്കിഷ്ടമില്ലാത്തത് പടച്ചവനെ എനിക്കിഷ്ടമല്ല. ഉലൈകല്ലദീന ഹബ്ബബ, അല്ലാഹു അവരുടെ ഖൽബിലേക്കാണ് ഹബ്ബബ ഇലൈഹിമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിഹിം. ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ അല്ലാഹു ഡെക്കറേറ്റ് ചെയ്തു കൊടുത്തവരുണ്ട്, ഈമാൻ അലങ്കരിച്ചു കൊടുത്ത ചില ആളുകൾ. وكره إليهم الكفر والفسوق والعصيان وأولئك هم الراشدون. അല്ലാഹുവേ നിനക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാക്കി തരണേ പടച്ചവനെ, നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങളുടെ ശരീരത്തിന് തന്നെ വെറുപ്പാക്കി തരണമേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂബക്കറുൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ കാലിൽ മുറിവ് വരുത്തി ഒരു മ്യൂസിക് കേൾക്കണ്ട എന്ന് ആഗ്രഹിച്ച മഹാൻ. ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഒരു വീടിന്റെ അരികത്തുകൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലുണ്ടൊരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തലയാട്ടി പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടുമ്പോൾ ഒരു താളം വരും, പാട്ട് പാടുന്നുണ്ട്. ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഉഫ് ശൈത്വാനുൻ അഖ്രിജൂഹു അഖ്രിജൂഹ്, ശാപം, പിശാചാണവൻ, അവനെ പുറത്താക്കണം, അവനെ പുറത്താക്കണമെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന്റെ ശേഷം വീട്ടിൽ പാട്ടുപാടുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ പുറത്തു പോവാൻ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിനെ കുറിച്ചല്ല, ദീനിൽ അനുവദിക്കപ്പെട്ട പാട്ടുകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. നബി തങ്ങൾ പാടാൻ സമയം സന്ദർഭവും കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉഹുജുഹും വജിബ്രീലു മഅക് വറൂഹുൽ ഖുദ്സി മഅക്. പറഞ്ഞോളൂ ഹസ്സാൻ എന്നവരെ, നിങ്ങളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം സഹായത്തിനുണ്ട് എന്ന് അള്ളാഹുവിന് വേണ്ടി പാട്ടുപാടിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കാത്തത്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന പാട്ടുകള്, പെണ്ണിനെ കുറിച്ചുള്ള വർണ്ണനകൾ, ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെ കുറിച്ചുള്ള വർണ്ണനകൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിപ്പിക്കാത്ത പാട്ടുകള്, ഇത് കേൾക്കുന്നതും കമ്പോസ് ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രിന്റ് ചെയ്യുന്നതും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഷെയർ ചെയ്യുന്നതും മുഴുവനും മരണത്തിന് ശേഷവും ഖബറിൽ പോയി കടന്നാലും ഖബറിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന തിന്മകളാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് സൗതു ശൈത്വാനി അൽ ഗിനാ, പിശാചിന്റെ ശബ്ദമാണ് പാട്ടുകളെന്ന് ഉലമാ പറയാൻ കാരണം. പിശാചിന്റെ പാട്ടാണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ, പെണ്ണുങ്ങളോട് പറഞ്ഞു വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ. പെണ്ണുങ്ങൾ ശബ്ദമുള്ള പാദസരങ്ങളിട്ട് നടക്കുകയാണെങ്കിൽ, പെണ്ണുങ്ങൾ ശബ്ദമുണ്ടാകുന്ന പാദസരങ്ങൾ കാലിലിട്ട് നടക്കുകയാണെങ്കിൽ, വലാ യദ്രിബന ബിഅർജുലിഹിന്ന, പെണ്ണുങ്ങൾ ഭൂമിയിൽ സ്റ്റാമ്പ് ചെയ്ത് നടക്കരുത്, കാല് കുത്തിയിട്ട് നടക്കരുത്. ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവരുടെ കാലിൽ കിടക്കുന്ന ആ ആഭരണം അറിയപ്പെടാൻ വേണ്ടി കാലുകൊണ്ട് ഉറക്കെ ചവിട്ടരുതേ പെണ്ണുങ്ങളെ എന്ന് അള്ളാഹു പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പെണ്ണുങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച്
സിനിമാ പാട്ടുകളും അല്ലാത്ത മോശപ്പെട്ട പാട്ടുകൾ, മാപ്പിള പാട്ടിന്റെ ലേബിൾ കൊടുത്തിട്ട് പെണ്ണുങ്ങളുടെ വർണ്ണന പറയുന്നത്, ആഭാസം പാടുന്നത്, മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ പാടുന്ന പാട്ടുകളെ പറ്റി എന്താണായിരിക്കണം വിശുദ്ധ ഖുർആൻ പറയുക? കാലിലെ പാദസരം പോലും നിങ്ങൾ അറിയപ്പെടുന്ന വിധത്തിൽ നിങ്ങൾ കാലുകൊണ്ട് ഉറക്ക ചവിട്ടല്ലിൻ. വലാ യദ്രിബിന, പെണ്ണുങ്ങൾ ചവിട്ടാൻ പാടില്ല. ബിഅർജുലിഹിന്ന, അവരുടെ കാലുകൊണ്ട് ചവിട്ടരുതേ ഭൂമിയിൽ ഉറക്കെ. എന്തിന്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവരുടെ ഭംഗിയിൽ അവർ മറച്ചു വെച്ചിരിക്കുന്ന ആ ഭംഗി പുറത്തറിയാൻ വേണ്ടി കാലുകൊണ്ട് ഉറക്കെ ചവിട്ടി നടക്കുമ്പോൾ ശബ്ദം വരൂലേ? അതുപോലും പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നടക്കുമ്പോ, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ, നിങ്ങൾ മറ്റാളുകളുടെ കൂട്ടത്തിലായിരിക്കുമ്പോ ചെയ്യാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമിൽ. അല്ലാഹു പെണ്ണുങ്ങളുടെ പാദസരത്തെ പറ്റിയാണ് ഈ പറയുന്നതെങ്കിൽ ശബ്ദത്തെപ്പറ്റി പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്ര ഗൗരവത്തിലാണ് വിഷയം കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയും വിശുദ്ധ ഖുർആനിന്റെ സ്ക്രൈബും, ഖുർആൻ രേഖപ്പെടുത്തിയിരുന്ന സ്ക്രൈബാണ്, കാത്തിബുൽ വഹ്യാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവർ പറയുമായിരുന്നു, അൽ ഗിനാഉ റുഖ്യത്തുസ് സിനാ, പാട്ടുകൾ വ്യഭിചാരത്തിന്റെ മന്ത്രമാണ്. പാട്ടുകൾ കേൾക്കുമ്പോൾ വ്യഭിചാരത്തെ പറ്റി ഓർമ്മ വരും, ആണിനും പെണ്ണിനും ഓർമ്മ വരും. സിനിമാ പാട്ടുകൾ അതാ പഠിപ്പിക്കുന്നത്. റിയാലിറ്റി ഷോകളിൽ പാടുന്ന പാട്ടുകൾ അതാണ്. വ്യഭിചാരത്തിലേക്ക് ഒരു അന്യ പെണ്ണിനെ ഒരു പുരുഷന് പ്രാപിക്കാനോ, ഒരു അന്യ പെണ്ണിന് പുരുഷനോട് സ്നേഹമുണ്ടാകാനോ പ്രേമമുണ്ടാകാനോ ഈ പാട്ടുകൾ മനസ്സിലേക്ക് ചലനം വരുത്തുന്നില്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് റിയാലിറ്റി ഷോകളില്ലാത്ത കാലത്ത്, വീഡിയോ ക്ലിപ്പുകളില്ലാത്ത കാലത്ത്, ആടുന്ന നൃത്തമാടുന്ന സംഗീതോപകരണങ്ങളില്ലാത്ത കാലത്ത് വായ കൊണ്ട് പാടുന്ന അൽ ഗിനാ, പച്ചപ്പാട്ടുകളെ പറ്റിയാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ പാട്ടുകളെ പറ്റി എന്താ പറയാ? ഇന്ന് നമ്മുടെ മക്കൾ കേൾക്കുന്നത്, കേൾക്കണ്ടെന്ന് വിചാരിച്ചാലും കേൾക്കുന്നത്, ഒരു ടൂർണമെന്റ് നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അതിനു മുമ്പ് കുറച്ച് പാട്ട്. തീരെ വിവരമില്ലാത്ത ചില മനുഷ്യന്മാര് വാളിന്റെ മുമ്പും പാട്ട് വെക്കാറുണ്ട്. ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അതൊക്കെ അറിയുന്ന ഉസ്താദുമാരും ആലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പാടില്ലാത്ത സംഗതി ദീനിന്റെ ഒരു പരിപാടിക്ക് നടക്കും. എവിടെ ചെന്നാലും പാട്ട്. മൊബൈൽ ഫോണുകൾ എടുത്തു നോക്കിയാൽ റിംഗ് ടോണുകൾ, ചില മ്യൂസിക് പാട്ടുകൾ, കോളർ ട്യൂണുകൾ പാട്ട്, ബസ്സിൽ കയറിയാൽ പാട്ട്, ഫ്ലൈറ്റിൽ പാട്ട്, വാഹനത്തിൽ, കപ്പലിൽ, കാറിൽ, ബൈക്ക് ഓടിക്കുന്നവർ പോലും പാട്ട് വെച്ചിട്ട് ഇയർഫോൺ, ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുള്ള യാത്രകൾ. അല്ലാഹു സമൂഹത്തിന് ബോധം നൽകട്ടെ. സൗദി അറേബ്യയിലെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനുഭവം അരീഫി രേഖപ്പെടുത്തുന്നുണ്ട്. റോഡരികിൽ മരിച്ചു കിടക്കാൻ ഒരു കാർ കൊളീഷൻ നടന്നു. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരു കാറിലെ ആള് ഇൻസ്റ്റന്റ്ലി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. തൊട്ടടുത്ത കാറിലേക്ക് ഓടിച്ചെല്ലുമ്പോ 2 ചെറുപ്പക്കാരുണ്ട്. അതില് 2 പേരും മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ റോഡ് സൈഡ് കടത്തി അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ സർവൈവ് ചെയ്യാൻ അവർക്ക് പറ്റൂല, അപ്പോഴേക്കും മരിക്കും ഉറപ്പാണ്. മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ പേടിക്കുന്ന ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ 2 ചെറുപ്പക്കാരോടും പറഞ്ഞു, ഖൂലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ ചെറുപ്പക്കാരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ കലിമ ചൊല്ലി കൊടുക്കുകയാണ്. റോഡ് ആക്സിഡന്റിൽ മരിക്കാൻ പോകുമ്പോ എടുത്തു നടന്ന സംഭവം. പറയുന്നില്ല, മിണ്ടുന്നില്ല. 2 പേരും നിർബന്ധിച്ചു പറഞ്ഞു, ഒന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഖബറിലേക്കുള്ള യാത്രയിൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അത് ഈമാനുണ്ട് എന്നതിന്റെ പ്രകടമായ അടയാളമാണെന്നും അത് അവസാനം പറയാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ചൊല്ലുന്നില്ല. പിന്നെ നാവ് കൊണ്ട് എന്തോന്ന് പറയാൻ തുടങ്ങി. ചെവി വെച്ചിങ്ങനെ നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയുമോ? അറബിയിലെ സിനിമാ പാട്ടുകൾ. ഈജിപ്തുകാരൻ പടച്ചുവിടുന്ന, ഈജിപ്തിൽ ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. അറബ് ലോകത്ത് ആദ്യം ഇസ്ലാമിക കൾച്ചറിൽ സിനിമ കൊണ്ടുവന്നവർ അവരാണ്. ആ പാട്ടുകൾ നാവിലൂടെ പാടാൻ തുടങ്ങുന്നുണ്ട്.
ആ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് കലിമ ചൊല്ലുന്നില്ല. 2 ചെറുപ്പക്കാരും നാവിലൂടെ പാടിയത് സിനിമാ പാട്ട്. അത് പാടിയിട്ട് 2 പേരും മരിച്ചു. മരിക്കുന്ന നേരത്തെ അവരുടെ കാറിൽ പ്ലേ ചെയ്യുന്നതും ലൗഡ് മ്യൂസിക് ആണ്. പാട്ട് പാടിയിട്ടാണ് നടന്നത്. പാട്ട് കേട്ടിട്ടാണ് ആ യാത്ര പോയത്. അവിടെയാണ് ആക്സിഡന്റ് ആയത്. അവസാനം കേട്ടതെന്താണ്? പാട്ട്. മരിക്കുമ്പോ പറഞ്ഞതെന്താണ്? അതും പാട്ട്. എന്ത് പാട്ട്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യുമ്പോ അത് നാവ് കൊണ്ട് ചൊല്ലി പ്രാക്ടീസ് ചെയ്തവർക്കേ നാളെ പറയാൻ പറ്റുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാത്തവര്, ദിക്റിന്റെ സദസ്സിൽ പോയി ഇരിക്കാത്തവര്, സ്വലാത്തിന്റെ മജ്ലിസിൽ പോയി ഇരിക്കാത്തവര്, അള്ളാഹുവിന് വേണ്ടി ഒറ്റക്കോ കൂട്ടത്തിലോ ഉണർച്ചയിലോ ജോലിക്കടയിലോ അല്ലാത്തപ്പോഴോ നടക്കുമ്പോഴോ യാത്രയിലോ കലിമ ചൊല്ലാത്തവര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന അല്ലാഹുവിന്റെ ദിക്റുകളോ ഖുർആനോ നാവ് കൊണ്ട് ഓതി പരിചയമില്ലാത്തവർക്ക് മരിക്കുന്ന നേരത്ത് ഇത് പറയാൻ കഴിയില്ല. അല്ലാഹു നമ്മക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ 2 മരണം കണ്ടതിന്റെ ശേഷം ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങിയിട്ടില്ല. അച്ചവനെ മരിച്ചുപോയത് കലിമ ചൊല്ലാതെ ആയി പോയല്ലോ. 6 മാസം കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരന്റെ ആക്സിഡന്റിന്റെ കോള് വന്നവർക്ക്. നല്ലൊരു ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ടയർ പഞ്ചറായപ്പോ റോഡ് സൈഡാക്കിയതാണ്. എന്നിട്ട് അദ്ദേഹം സ്റ്റെപ്പിനെ അഴിച്ചു മാറ്റി കാറ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലൂടെ വന്നൊരു കാറ് വന്നിടിച്ചു. ഓൺ ദ സ്പോട്ടിൽ ചെറുപ്പക്കാരൻ മരിക്കാൻ പോവാണ്. ഇവർ ഓടി വന്ന് നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് കിടത്തി. അതേപോലെ പറഞ്ഞു കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനോഹരമായ ശബ്ദത്തിൽ ചെറുപ്പക്കാരെങ്ങനെ ഓതുന്നുണ്ട്. ചോരയിൽ കുളിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയാൽ രക്ഷപ്പെടൂല. അങ്ങനത്തെ കിടപ്പാണ്. ആ രീതിയിലുള്ള ആക്സിഡന്റ് ആണ്, ഫൈറ്റൽ ആക്സിഡന്റ്. നോക്കുമ്പോ മനോഹരമായ ശബ്ദത്തിൽ, മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത മധുരിമയിൽ ആ ചെറുപ്പക്കാരൻ എല്ലാം ഇങ്ങനെ ഓതുന്നുണ്ട് നാവുകൊണ്ട്. ഏതാണ് ഓതിയതെന്നറിയുമോ? ഇന്നദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. സക്കറാത്തിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാണ് മുഅ്മിനെ ഓതിയത്. മെല്ലങ്ങനെ ഓതുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ആ ചെറുപ്പക്കാരൻ വീണ്ടും തുടർന്നു, ومن أحسن قولا ممن دعا إلى الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരന്റെ അവസാനത്തെ വാക്കെന്താണെന്നറിയുമോ? وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. പിന്നെ ചെറുപ്പക്കാരൻ മിണ്ടിയിട്ടില്ല. അവസാനത്തെ വാക്കുകളാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്.
ആരാണോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും നേർമാർഗത്തിലൂടെ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങി വരും. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കല്ലേ, വലാ തഹ്സനൂ, നിങ്ങൾക്ക് സങ്കടം വേണ്ട, വബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും എന്ന് പറയാൻ മാലാഖമാർ സന്തോഷം പറഞ്ഞു കൊടുത്താണ് ചില ആളുകളെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. മരിക്കുമ്പോ ഓതിയ ആയത്താണിത്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും മുഅ്മിനീങ്ങൾ മരിക്കുമ്പോ. അത് റോഡ് സൈഡിൽ ഫ്ലൈറ്റ് ക്രാഷായി മരിക്കുകയാണെങ്കിലോ, റോഡ് ആക്സിഡന്റിൽ മരിക്കുകയാണെങ്കിലോ, അസുഖം വലിയ മാരകമായ അസുഖം വന്ന് മരിക്കുകയാണെങ്കിലോ അവിടെ മാലാഖമാർ ഇറങ്ങി വരും. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹ്, മഹാനവറുകൾ മരിക്കാൻ പോകുന്ന ദിവസം റൂമിലുള്ള ആളുകളോട് നിങ്ങളൊന്ന് മാറി നിൽക്കണേ, ചില ആളുകൾക്ക് കയറി വരാൻ സ്ഥലം കൊടുക്കണമെന്ന് മഹാനായ ശംസുൽ ഉലമ മരിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലേ? ആരാണ് ആ കടന്നു വന്നത്? മനുഷ്യന്മാരല്ല, ആരൊക്കെയോടെ കടന്നു വരുന്നുണ്ട്, സ്ഥലം മാറി കൊടുക്കണം. ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഹാനായ ശൈഖുനയുടെ റൂമിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകളല്ലാതെ ആരാണാവോ കടന്നു വന്നത്? ആരും ഇവിടെ വന്നിട്ടില്ല. പിന്നെ എല്ലാവരും പോയി കൊടുക്കണം, ഇവിടെ ചില ആളുകൾക്ക് വരാൻ സ്ഥലം കൊടുക്കണം, മാറിക്കൊടുക്കണേ എന്ന്. വഫാത്തിന്റെ തലേന്ന് രാത്രി ആ മഹാനാണ് സുബഹി വാങ്കിനോട് ഒപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാങ്കിന് മറുപടി പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്ത മഹാനായ ശംസുൽ ഉലമ, അല്ലാഹു അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് നിന്ന് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. ഇത് നല്ല മരണമാണ്. നല്ല മരണം അവർ ജീവിച്ച മാർഗം സത്യമാണെന്നതിന്റെ അടയാളമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മം ചെയ്യുകയും ജീവിച്ചവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വരും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ സംരക്ഷകൻ ഞാനാണല്ലോ. അല്ലാഹു പറയാണ്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ് വലകും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ തരും. വലകും ഫീഹാ മാ തദ്ഉൻ, എന്തൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. ഈ സ്വർഗത്തിന്റെ അടയാളങ്ങൾ പറയുന്ന, ലക്ഷണങ്ങൾ പറയുന്ന ഭാഗം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി മരിച്ചുപോയ ചെറുപ്പക്കാരൻ ആ ഒരു അനുഭവം ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡോക്ടർ അരീഫിയോട് പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ മരണം കണ്ടതിലാണ് പഴയ സങ്കടത്തിൽ നിന്ന് റിക്കവർ ചെയ്തത്. അല്ലാഹുവേ, ഇങ്ങനെയും ചെറുപ്പക്കാരുണ്ടല്ലോ, ചോരത്തിളപ്പിന്റെ കാലത്ത് മരിക്കുന്ന നേരത്ത് നാവിൽ ഖുർആൻ ഓതി മരിക്കുന്നവരെ നോക്കുമ്പോൾ കാന ഖാനിതൻ ബില്ലൈൽ രാവിലും പകലിലും ഖുർആൻ ഓതി നിസ്കരിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്നു അത്. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ ഖുർആൻ ഓതുന്നത്, ശുദ്ധ ഖുർആൻ ഓതിയിട്ട് അള്ളാന്റെ കലിമ ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന വാക്കുകളും ചൊല്ലിയിട്ട് ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അവനെല്ലാം അറിയുന്നുണ്ടല്ലോ എന്ന വാക്ക് അവസാനത്തെ വാക്കാണത്. എന്റെ റബ്ബ് ഞാൻ ഓതുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ആ ഒരു വാക്ക് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോകാൻ ആ ചെറുപ്പക്കാരന് കാരണമായത്, ചെറുപ്പക്കാരൻ മ്യൂസിക്കിന്റെ അഡിക്റ്റ് ആയിരുന്നില്ല, ചെവി കൊണ്ട് കേട്ടത് അനാവശ്യ പാട്ടുകളല്ല, വിശുദ്ധ ഖുർആനായിരുന്നു കേട്ടിരുന്നത്. ആ കേട്ടത് മരണസമയത്ത് ഉപകാരപ്പെട്ടു. മരിക്കുന്ന നേരത്തത് നാവ് കൊണ്ട് ചൊല്ലാനുള്ള ഭാഗ്യമുണ്ടായി. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മ എല്ലാവർക്കും ഈ ഉമ്മത്തിന് ഈ പൈശാചികതയിൽ നിന്ന് മോചനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ നമ്മുടെ കാലഘട്ടത്തെ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ എന്താ പറയാ, അൽ ഗിനാ റുഖ്യത്തുസ് സിനാ, പാട്ടുകൾ വ്യഭിചാരത്തിന്റെ മന്ത്രങ്ങളാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ അവരുടെ കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ആബിദായ ഒരു മനുഷ്യൻ പാട്ട് കേട്ട് അതിൽ അകപ്പെട്ടു പോയി അവസാനം ഈമാനിന്റെ ഒരൽപ്പം ബാക്കിയുള്ളത് കൊണ്ട് തലനാരിഴക്ക് വ്യഭിചാരത്തിന് രക്ഷപ്പെട്ട ഒരു കഥ അല്ലാമ ഇബ്നു ഖുദാമ അവരുടെ തവ്വാബീൻ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നടന്നു പോകുമ്പോ ഒരു വീടിന്റെ ഉള്ളിൽ ചെറുപ്പക്കാരി പാട്ടുപാടുന്നുണ്ട് വീടിന്റെ ഉള്ളിൽ നിന്ന്. അദ്ദേഹം അവിടെ അങ്ങനെ മെല്ലെ നിന്നു. വീട്ടുകാരൻ ചോദിച്ചു, ഇങ്ങോട്ട് കയറണോ, കേൾക്കണോ? ഞാനില്ല. എന്നാലും വേണ്ട, ഒന്ന് കയറിക്കോളൂ. വേണ്ട. അവസാനം ഒന്ന് കയറിയിരുന്നു. എന്നാലേ ഞാൻ അവളെ കാണാതെ ഒരു കർട്ടൻ വെച്ചേക്കണേ, ഞാൻ ഇപ്പുറത്ത് കേട്ടോളാം പാട്ട്. അവിടെ ഇരുന്ന് കേട്ടു. പിറ്റേന്നും കേട്ടു. അപ്പൊ ഇയാൾക്ക് കാണാനൊരു കൊതി തോന്നി തുടങ്ങി. അതാണ് ശബ്ദം കേൾക്കുമ്പോൾ കാണാൻ കൊതി വരുന്ന. അതുകൊണ്ടാണ് നമ്മള് പ്രത്യേകിച്ച് വിവാഹം നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് ഒരാളും ഭാര്യയും ഭർത്താവും ആകുന്നില്ല. നിക്കാഹിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. ഭാര്യയും ഭർത്താവായോ? ഇല്ല. അവർക്ക് മിണ്ടാൻ പറ്റുമോ? ഇല്ല. നിക്കാഹ് ചെയ്യാന്നവർക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. വിവാഹത്തിന്റെ ആവശ്യത്തിന്റെ ഒരു ഖിതുബത്തിന്റെ നോട്ടം നോക്കുകയല്ലാതെ നിരന്തരം ഫോൺ ചെയ്യുക. നമ്മൾ ഭാര്യയായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഫോൺ ചെയ്യുന്നത്? അവൾക്ക് ഫോൺ അയച്ചു കൊടുത്തു. iPhone 6 എന്താ അയച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? ഹറാമല്ലേ അത്? നിക്കാഹിന്റെ മുമ്പ് സംസാരിക്കുന്ന സംസാരം ഹറാമാണ്. പിന്നുണ്ടോ നിശ്ചയം ചെയ്തിട്ടില്ല, അവൾ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ്, ഒരു ബോയ് ഫ്രണ്ട്, ഇവളൊരു ഗേൾ ഫ്രണ്ട്, അവർക്കുണ്ടോ സംസാരിക്കാൻ പറ്റുന്നു? ഈ സംസാരം കാഴ്ചയിലേക്ക് എത്തിക്കും, കാഴ്ച അനുരാഗത്തിലേക്ക് എത്തിക്കും, അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും, അതിനപ്പുറത്തേക്ക് എത്തിക്കും. ശബ്ദം കേൾക്കുമ്പോ കാണാൻ കൊതി വരുന്ന ഈ ആബിദ് പറഞ്ഞു, അല്ലാമ ഇബ്നു ഖുദാമ രേഖപ്പെടുത്താണ്, ഞാൻ ഒന്ന് കണ്ടാലോ. അപ്പൊ വീട്ടുകാരൻ അതിന് വലിയ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളാ. എന്നാ കണ്ടോളി എന്ന് പറഞ്ഞ്, ആബിദാൻ വിവരമില്ലാത്ത മനുഷ്യനായിരുന്നു, പക്ഷെ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളാ. കാണിച്ചു കൊടുത്തു. രണ്ടുപേരും കണ്ടു, ചെറുപ്പക്കാരനാണ്. ആ പെണ്ണിന് ഇയാളിൽ അനുരാഗം തോന്നി, അയാൾക്ക് ഇവളിലും. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ആ പെണ്ണ് ചോദിച്ചു, അന ഉഹിബ്ബുക്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. ഇയാൾ പറഞ്ഞു, എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. വമാ യംനഉക്, എന്നാ പിന്നെ എന്തിനാ തടസ്സം, എന്താ കാത്തിരിക്കുന്നത്? പെണ്ണ് ചോദിച്ചു. ഇന്നൽ മൗളിഅ ലഖാൽ, ഇവിടെ ആരുമില്ലല്ലോ എന്നവരുടെ മറുപടി. അതിൽ അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ഒരൽപ്പം ബാക്കിയുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് പിശാചിന്റെ ദുർബോധനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരും അള്ളാഹുവിനെ. മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ കുറച്ച് തെറ്റിലേക്കൊക്കെ ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിച്ചത് മോശമായി പോയില്ല, പടച്ചോനെ പുറത്തു തരേണമേ. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. ഫമാ യംനഉക വഇന്നൽ മൗളിഅ ലഖാൽ, ആരെയാ പേടിക്കുന്നത്, ഇവിടെ ആരും കാണാനില്ലല്ലോ എന്ന് വ്യഭിചാരത്തിലേക്ക് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഈ പെണ്ണ് പറയാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ ഖൽബിലേക്ക് ഈമാനിന്റെ ചെറിയൊരു പ്രകാശം ബാക്കിയുള്ളത് കൊണ്ട് ആ മനുഷ്യന്റെ മറുപടി, ബലാ വലാകിൻ ലാ ആമനു മൻ ഉഫാജിഉ ബിൽ ഖളാ, അല്ലാഹുവിന്റെ ഖളാ എനിക്ക് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് പെണ്ണേ. സുമ്മ ബിജമറിൻ കൽ ഖളാ, അല്ലാഹുവിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് പേടിയുണ്ട്. പിന്നെ നരകത്തിന്റെ വിരിപ്പുകളും നരകത്തിലെ മുൾച്ചെടിയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ശാപവും നെട്ടോട്ടവും നിലവിളിയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നാളെ പരലോകത്ത് അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കണ്ണുകൾ നനഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടി ഈമാനിന്റെ പ്രഭ ഒരൽപ്പം കൽബിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടോടിയത്. ഇതാരാ? നിസ്കാരം വളരെ ക്ലിയർ ഉള്ള മനുഷ്യൻ. പാട്ട് കേട്ടപ്പോഴ് വ്യഭിചാരത്തിലേക്ക് തോന്നലായി പോയി. അല്ലാഹു തആല നമ്മുടെ മക്കളെ, നമ്മളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരെ പറയുമായിരുന്നു, ഞങ്ങളുടെ അയൽവാസി നല്ലൊരു ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനുണ്ട്, കാലിൽ നീര് വന്നിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ, കണ്ണുകൾ കരഞ്ഞ് കണ്ണുകൾക്ക് രോഗം വന്നിട്ടുണ്ട്. വീട്ടുകാരൊക്കെ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണ്, പക്ഷെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്, കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. ഒരു ഭാര്യയാണെങ്കിൽ അവളുടെ കൂടെ ജീവിക്കും, ഒരുപാട് സമയം അവൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഒരു അടിമ സ്ത്രീയാവാം. അന്ന് അടിമ സ്ത്രീ സമ്പ്രദായമുണ്ട്. 1.5 നൂറ്റാണ്ട് മുമ്പ് അത് ലോകത്ത് അവസാനിച്ചു എന്ന് ഉലമാ പറയാം. അതിനു മുമ്പ് അവസാനിച്ചിരിക്കണം.
ഇന്ന് അടിമ സ്ത്രീകളില്ലേ, അടിമ സ്ത്രീകൾ ജായിസാണെന്നാണ്. അത് യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെടുന്ന തലമുറകളായി സൂക്ഷിച്ചു വരുന്ന അടിമകൾ. വേലക്കാരിയെ പറ്റി അടിമ എന്ന് പറയാൻ പറ്റൂല. അത് ജായിസാണെന്നാണ് ഒരു സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം. ചെറുപ്പക്കാരൻ പടച്ചോൻ ആ കാലം കഴിഞ്ഞല്ലോ എന്ന് സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട് ഇടക്ക്, അല്ലേ? അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട. അതൊന്നും അല്ല സങ്കടപ്പെടേണ്ടത്. നാളെ പരലോകത്ത് ചെന്നിട്ട് ഹൂറുല്ലിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു സങ്കടമാണ്. അതൊക്കെയാണ് സങ്കടം. നാളെ അവിടെ ചെന്നിട്ട് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്ത സങ്കടമാണ്. വലാത്ത ഹീന മനാസ്, അത് നാളെ കരഞ്ഞു തീർക്കാനും കൂടി പറ്റാത്ത സങ്കടം, തീർത്താത്ത സങ്കടമായി പോകും. വീട്ടുകാര് മുഴുവനും നിർബന്ധിച്ചപ്പോൾ അയാൾ ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു. അവരുടെ വീട്ടിൽ ജോലിക്കുണ്ട്, അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു വാങ്ങിയതാണ്. ആരാ പറയുന്നത്? അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അയൽവാസിയെ കുറിച്ച് പറയാൻ, നല്ല ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരി പെണ്ണ് പാട്ടുപാടുന്നവളാണ്. നല്ല നല്ല പാട്ട് പാടുമ്പോ നിസ്കാരത്തിൽ രാത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് പെണ്ണിന്റെ മൂളിപ്പാട്ട്. മെല്ലെ മെല്ലെ നിസ്കാരം ചുരുക്കാൻ തുടങ്ങി. പിന്നെ നിസ്കാരം തന്നെ മാറ്റിവെക്കാൻ തുടങ്ങി. പാട്ട് കേൾക്കാനിരിപ്പായി. പിന്നെ നിരന്തരം പാട്ട് കേൾക്കലാണ്. ആ പെണ്ണും പറഞ്ഞു, ഈ യൗവനൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തണോ? യാ മൗലായ് ലഖദ് അബ്ലൈത ശബാബക്, നിങ്ങളുടെ യൗവനൊക്കെ കഴിഞ്ഞില്ലേ, ജീവിതമൊക്കെ നിങ്ങൾ ക്ഷീണിപ്പിച്ചു കഴിഞ്ഞില്ലേ. വറഫൽത ലദാതിക്, നിങ്ങളുടെ ആസ്വാദനങ്ങളൊക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചില്ലേ. എന്റെ പാട്ട് നിങ്ങൾക്ക് കേട്ടൂടെ? വതമത്തഅത ബിശബാബി, എന്റെ യൗവനം നിങ്ങൾക്ക് ആസ്വദിച്ചുകൂടെ? പിന്നെ അവളുടെ കൂടെ ഇരിപ്പായി. നിസ്കാരം കുറഞ്ഞു, പള്ളിക്ക് വരാതെയായി, നിരന്തരമായ പാട്ട് കേട്ട ആസ്വാദനത്തിലായി പോയി. അള്ളാഹുവിൽ നിന്ന് അകലാൻ തുടങ്ങുമ്പോ നല്ല സന്മനസ്സുള്ള കൂട്ടുകാർ ചേർന്നൊരു കത്തെഴുതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദുന്യാവിന് വേണ്ടി ആഖിറം വിറ്റുകളഞ്ഞവനെ, അല്ലാഹുവിന്റെ ഖുർആനിന് പകരം പാട്ട് കേൾക്കാൻ തയ്യാറായവനെ, ഇബാദത്തിന്റെ മധുരം അറിഞ്ഞതിന്റെ ശേഷം പാട്ടുകൾ കേട്ട് ആനന്ദിച്ച് പിശാചിന്റെ കൂടെ കിടക്കുന്നവനെ. വാക്കുകൾ അങ്ങ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയായി തുടങ്ങി. മആദല്ലാഹ്, ആ കത്ത് വായിച്ചതിന്റെ ശേഷം സടകുടഞ്ഞെഴുന്നേറ്റ് താബ ഇലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നു റബ്ബേ, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്നു പടച്ചവനെ, എന്നെ സ്വീകരിച്ചേക്കണം. ഒരുപാട് കാലം തിന്മയിൽ ജീവിച്ച് നന്മയിലേക്കുള്ളൊരു മടക്കം അങ്ങനെയാവാം. ചില ആളുകൾക്ക് അള്ളാഹു അങ്ങനെ തൗഫീഖ് കൊടുക്കും. അള്ളാഹു നമുക്കൊക്കെ തൗബ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. യൂസുഫുൽ ഇസ്ലാം, കാറ്റ് സ്റ്റീവൻസ്, പോപ്പ് ഗായകനാ. ഒരുപാട് കാലം യൂറോപ്പുകാരുടെ പോപ്പ് ഗായകനായി പാട്ടുപാടിയ ആളാ. ഇന്ന് ഇസ്ലാമിന്റെ ദാഇയ, ഇസ്ലാമിന്റെ പ്രബോധകനാണ്. ഒരുപാട് പാട്ടുപാടിയില്ലേ. കാറ്റ് സ്റ്റീവൻസിന്റെ കാറ്റ് എന്ന പേരൻ അദ്ദേഹം പോപ്പ് ഗായകനായിരുന്ന സമയത്തിട്ട പേരാണ് കാറ്റ്. പൂച്ച എന്നല്ല ഇതിനർത്ഥം. കാറ്റ് സ്റ്റീവൻസ്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം. അല്ല ദാഇയ. ഒരുപാട് കാലം ഇസ്ലാമിന് അന്യമായി ജീവിച്ചു പിന്നെ മുസ്ലിമായി ദീനിലേക്ക് കടന്നു വരികയാണ്. എത്രയോ ആളുകൾ അവരുടെ മ്യൂസിക് കരിയറൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. The famous people who embraced Islam, ഇസ്ലാം സ്വീകരിച്ച വിഖ്യാതരായ ആളുകൾ എന്നൊരു ടൈറ്റിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 25ഓളം പ്രശസ്തരായ ഗായകന്മാരും നടന്മാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് കാണാൻ കഴിയും. എല്ലാ കരിയറും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരാൻ. എന്തേ? ഇതിലാണ് ആനന്ദം കാണുന്നത്. തൗബ ചെയ്ത് മടങ്ങുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള മടക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലയകൂനന്ന ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട് അഖ്വാമുൻ, ചില ആളുകൾ, യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം ഹലാലാണെന്ന് അവർ വാദിക്കുകയോ ഹലാലായി ആണെന്ന് വിശ്വസിക്കുകയോ ചെയ്ത് പ്രവർത്തിക്കുന്നവർ വരും. വൽ ഹരീറ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമായിരിക്കെ അത് ഹലാലാണെന്ന് വാദിക്കുന്നവരോ ഹലാലാണെന്ന് വാദിച്ച് അത് പ്രവർത്തിക്കുന്നവരോ വരും. വൽ ഖംറ, മദ്യപാനം ഹറാമായിരിക്കെ ഹലാലാണെന്ന് വാദിക്കുന്നവരും ഹലാല് പോലെ അത് കൊണ്ട് നടക്കുന്നവരും എന്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് വാദിക്കുന്നവരും ഹലാല് പോലെ കൊണ്ടു നടക്കുന്നവർ. അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, പാട്ടല്ലേ. സിനിമാ പാട്ടുകൾ കേൾക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അനാവശ്യമായ പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുന്നത്. മ്യൂസിക് നല്ല പാട്ടിന്റെ കൂടെ ആണെങ്കിൽ പോലും ഹറാമാണെന്നാണ്. നല്ല പാട്ടിന്റെ കൂടെ വിവരമില്ലാത്ത ആളുകൾ കമ്പോസ് ചെയ്യും. എന്ത് ചെയ്യും? ബുർദയുടെ CD-യാണ് ഇടയ്ക്ക് മ്യൂസിക് കയറ്റും. ഇതില്
നല്ല സ്വലാത്താണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനോഹരമായ ബുർദയുടെ വചനങ്ങളൊക്കെ പാടിയിട്ട് അതിന് മ്യൂസിക് കൊടുക്കുന്നവരുണ്ട്. നമുക്കത് കേൾക്കാൻ പറ്റൂല എന്നാ. പടച്ചോനെ, ബുർദ കേൾക്കാൻ പറ്റൂല, അതല്ലേ പറഞ്ഞത്. മ്യൂസിക് കൂടെ കേൾക്കാൻ പറ്റൂല. സ്വലാത്തിന്റെ ബൈത്തുകളാണ്, പക്ഷേ മ്യൂസിക് അതിന്റെ കൂടെ ഉണ്ട്. നമുക്ക് പാടുണ്ടോ? പാടില്ല എന്നാണ്. പക്ഷേ അത് പാടുണ്ട് എന്ന് വാദിക്കുന്നവരോ അങ്ങനെ സമർത്ഥിക്കുന്നവരോ ഹലാലാണെന്ന് വൽക്കരിക്കുന്നവരോ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ട് ഹലാലാണെന്ന് പറയുന്നവര്, പട്ട് ആർക്ക്? പുരുഷന്മാർക്ക് ഹറാമാ, അത് ഹലാലാണെന്ന് വാദിക്കുന്നവർ. പെണ്ണുങ്ങൾക്ക് പട്ടുവസ്ത്രം ജായിസാണ്, അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. സ്വർണം അവർക്ക് ജായിസാണ്, പക്ഷെ പുരുഷന്മാർക്ക് സ്വർണവും പട്ടും ഹറാമുൻ അലാ റിജാലി ഉമ്മത്തി. എന്റെ ഉമ്മത്തികൾക്കത് ദുകൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ ആണുങ്ങൾക്കത് ഹറാമാണെന്ന് റസൂലുള്ളാഹ്. അത് ഹലാലാണെന്ന് പറയുന്നവര്, വ്യഭിചാരം ഹലാലാണെന്ന് പറയുന്നവര്, മ്യൂസിക് ഉപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്നവരും എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഫസ്സിറുൽ ഖുർആൻ, ഖുർആനിന്റെ മുഫസ്സിറാണ് ബഹുമാനപ്പെട്ടവർ. വമിനൻ നാസി മൻ യശ്തരി ലഹു ومن الناس من يشتري لهو الحديث ليضل عن سبيل الله. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യശ്തരി വാങ്ങിക്കുന്നവരെ, ലഹുവൽ ഹദീസ്, ലഹുവൽ ഹദീസ് വാങ്ങിക്കുന്നവർ മനുഷ്യരുണ്ടല്ലോ. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ലഹുവ് വാങ്ങിക്കുന്നവരെ, ലഹുവുൽ ഹദീസ് വാങ്ങിക്കുന്നവരെ. മാ ഹുവ ലഹുവുൽ ഹദീസ്, എന്താണ് ലഹുവുൽ ഹദീസ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നഹുൽ ഗിനാ, അത് പാട്ടിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പാട്ടിന്റെ CD വാങ്ങിക്കുക, ചലച്ചിത്ര ഗാനങ്ങൾ വാങ്ങിക്കുന്നത്, പാട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, പാട്ടുകൾ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെ മനുഷ്യന്മാർ കാശ് കൊടുത്ത് പാട്ട് വരുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു. അല്ലാഹുവിന്റെ വചനമുണ്ട് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. സൂറിന് സാക്ഷികളാകാത്തവരാണ് സത്യവിശ്വാസികൾ. എന്താണ് സൂർ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹുവൽ ഗിനാ, അത് പാട്ടാണ്. പാട്ടിന് സാക്ഷികളാവാത്തവര് എന്ന് പറഞ്ഞാൽ ഗാനമേള ഉണ്ടെങ്കിൽ ഇവരതിന് പോയിരിക്കൂല. നമ്മൾ മനസ്സിലാക്കണം, വാദുണ്ടെങ്കിൽ വാദിനും പോവും, ഗാനമേള ആണെങ്കിൽ അതിനും പോവും, എല്ലാറ്റിനും പോയി അവർ സ്വപ്നിക്കുന്നവരുണ്ടാവും. അല്ലാഹു നല്ല ബോധം കൊടുക്കട്ടെ, അറിയാത്തോണ്ടായിരിക്കും. വഹുവൽ ഗിനാ, സത്യവിശ്വാസികൾ ഗാനമേളകൾക്ക് സാക്ഷികളാകാത്തവരാണ്. സത്യവിശ്വാസികൾ റിയാലിറ്റി ഷോകൾക്ക് സാക്ഷികളാകാത്തവരാണ്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, നൃത്തങ്ങൾക്കും സംഗീതങ്ങൾക്കും സാക്ഷികളാകാത്തവരാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, റളീതു ബില്ലാഹി റബ്ബാ, പടച്ചവനെ കഴിഞ്ഞു പോയത് നീ മാപ്പ് തരണം. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചെയ്യൂല പടച്ചവനെ, നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് വേണ്ട. ഇത് പറയാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മെ ചിന്തിപ്പിക്കട്ടെ. അല്ലാഹു ഇഷ്ടമുള്ളത് നമ്മുടെ ഖൽബിന് അല്ലാഹു ഇഷ്ടമാക്കി തരട്ടെ. അല്ലാഹു വെറുപ്പുള്ളത് നമ്മുടെ ഖൽബിന് അല്ലാഹു വെറുപ്പാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ വിചാരിച്ച് ഞാൻ പറയട്ടെ, ഖുർആനിന്റെ മധുരം കണ്ടറിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് വെറുപ്പായി വരും. ഖുർആനിന്റെ മധുരം കൽബിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് പാട്ടിനോട് അറപ്പും വെറുപ്പും തോന്നും. അല്ലാഹുവിന്റെ കിതാബ് നിങ്ങൾ കണ്ണുകൊണ്ട് ദിവസേന കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിവിയിലേക്കോ സ്ക്രീനിലേക്കോ സിനിമ കാണാനോ സീരിയൽ കാണാനോ നമുക്ക് സാധ്യമല്ലാതെ വരും. കൽബിനെ വെറുപ്പാക്കി തീർക്കും അല്ലാഹു. ആ രീതിയിൽ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഖുറൈശികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു,
അഫമിൻ ഹാദൽ ഹദീഥി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. അഫമിൻ ഹാദൽ ഹദീഥി തഅജബൂൻ. ഈ വിശുദ്ധ ഖുർആൻ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? ഖുർആൻ കണ്ടിട്ട് ഇത് മാരണമാണ്, ഇത് സിഹ്റാണ്, ഇത് ഗദ്യമാണ്, പദ്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? വതദ്ഹഖൂന വലാ തബ്കൂൻ. നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ? വഅൻതും സാമിദൂൻ. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാമിദൂൻ എന്ന വാക്കിന് കൊടുത്ത അർത്ഥം മുഗന്നൂൻ. നിങ്ങൾ പാട്ടുപാടി നടക്കുകയാണല്ലേ, നിങ്ങൾ പാട്ടുപാടി നടന്നിട്ട് എന്റെ ഖുർആനെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? വിശ്വസിക്കാതെ ശങ്കിച്ചു നിൽക്കുകയാണോ? പാട്ട് കേൾക്കുന്നവർക്ക് എന്റെ ഖുർആൻ ഖൽബിലേക്ക് കയറില്ലെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് പഠിപ്പിക്കുകയല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇങ്ങനെയാണ് ഉലമാ മുഫസ്സിരീങ്ങൾ സ്വഹാബത്ത് ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അവിശ്വാസികൾ അന്ന് മക്കയിൽ ചെയ്തിരുന്ന ഹജ്ജ് പാട്ടും കൂത്തുമായിരുന്നു. പാട്ടും കൂത്തും ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ കാണില്ലേ? നമുക്ക് ക്ഷേത്ര ഉത്സവത്തിൽ സംവദിക്കാൻ പറ്റുമോ? നമ്മൾ ഹൈന്ദവ സഹോദരന്മാരുമായി മാനസികമായി സൗഹാർദ്ദം പങ്കിടുന്ന ആളുകളാ. പക്ഷെ മതത്തിൽ സൗഹാർദ്ദം പാടുണ്ടോ? അല്ലേ? ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നമ്മൾ പോവുക, നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കുക. ഈ ഭാഗത്തൊക്കെ ഉത്സവങ്ങളുണ്ടോ എനിക്കല്ല. കളിയാട്ടമൊക്കെ ഇവിടെ അടുത്ത് തന്നെയല്ലേ? നമ്മളൊക്കെ പൈസ എറിയുമ്പോൾ അവിടെ വിജയിക്കണമെന്നാണ് കേട്ടത്. എന്തൊക്കെ കുറച്ചൊന്ന് വേക്കോട്ട് അടിച്ചിക്കണമെന്ന് കേട്ടു. അള്ളാഹു ബോധം കൊടുക്കട്ടെ, നന്നാക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാ. നമുക്ക് ഉത്സവത്തിൽ കൂടാൻ പറ്റുമോ? ഉത്സവത്തിൽ പോണത് പർദ്ദട്ട പെണ്ണുങ്ങളാണ്. അത്ഭുതമാണ്, സങ്കടായി പോകും. ഊഞ്ഞാലിലാട് പെണ്ണുങ്ങളെ, ഭർത്താവ് ഗൾഫിലാണ്, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. കുട്ടികളേറ്റ് രാത്രി ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉത്സവ പറമ്പിൽ നടക്കാൻ. അവിടെ എന്താ നടക്കുന്നത്? പിശാച്, പൈശാചികത. നമുക്ക് പാടുണ്ടോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേത്, ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറയേണ്ട നമ്മളും നിങ്ങളൊക്കെ ഒന്ന് തന്നെ. മതത്തിന്റെ വിഷയത്തിൽ ഒന്നല്ല, മനസ്സുകൊണ്ടൊന്നാണ്. ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണെങ്കിൽ സഹായിച്ചാൽ കൂലി കിട്ടും. പക്ഷെ ക്ഷേത്രത്തെ സഹായിക്കാൻ നമുക്ക് പാടില്ല, ഹറാമാണ്. എങ്ങനെ? ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണ്, അല്ലെങ്കിൽ ഉത്സവത്തിൽ പോയി വരുന്ന ആള്, അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് വരുന്നൊരു ഹിന്ദു സഹോദരൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ 10 പൈസ കൊടുത്തോ, അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്താൽ അള്ളാഹു കൂലി തന്നേക്കും, അള്ളാഹു സ്വീകരിച്ചേക്കും. പക്ഷേ ഉത്സവത്തിന് സഹായിക്കാൻ പറ്റൂല, അത് ഹറാമാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പൈസ കൊടുക്കൽ ഹറാമല്ലേ? അത് അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്ന ഇബാദത്തിനോട് നിങ്ങൾ സ്നേഹം പുലർത്തലാണ്, അത് പാടില്ല. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് സഹായിക്കാം. പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് പൈസ കൊടുത്താൽ ദാഹിച്ച് വെള്ളം കൊടുത്താൽ കൂലി കിട്ടും. പക്ഷേ ഒരു ക്ഷേത്രമുണ്ടാക്കാൻ, ഒരു ചർച്ചുണ്ടാക്കാൻ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന കുറ്റകരമായ കാര്യമാണ്, ഹറാമാണ്, കുഫറാണ്. അള്ളാഹു പുറത്തു തരട്ടെ സംഭവിച്ചു പോയതൊക്കെ. അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമാറാകട്ടെ. വിശ്വാസം സൗഹാർദ്ദമല്ല, അവിടെ മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. വ്യക്തിയെ സഹായിക്കാം, അവരുടെ മതത്തെ സഹായിക്കാൻ പാടില്ല. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിഷയ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മുടെ റബീഉൽ അവ്വലിനെ കൂടി തരലുണ്ടല്ലോ, തന്നോട്ടെ. നിങ്ങൾ വ്യക്തികൾക്ക് കൊടുത്തോ, ഉത്സവത്തെ സഹായിക്കാൻ പറ്റില്ല. പൂരപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക്, പൂരത്തിന് സഹായിക്കാൻ പറ്റുമോ? നമുക്ക് പാടില്ല. എന്ത് ചെയ്യാം? നമുക്ക് ആഗ്രഹമുണ്ട് എന്നൊരാൾ പറഞ്ഞേക്കാം, നമുക്ക് പറ്റൂല. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ഉലമാ കിഡ്നി ദാനത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണെന്നാണ്. സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുന്ന. കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയാണ്. നമ്മുടെ മിൽക്കല്ല, ഒരാൾ കൊടുത്തു വെച്ചതുണ്ട്, ഏതോ ഒരാളുടെ. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാം. കൊടുക്കാൻ പറ്റൂല എന്നാണ്.
ആധുനിക ആലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫിഖ് കോൺഫറൻസ് ഈ അടുത്ത് ഈജിപ്തിൽ കൂടി അതിന്റെ ലോക ഫുഖഹാഇന്റെ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന് ആധുനിക ചില കാഴ്ചപ്പാടുകൾ പറ്റുമെന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും സൂക്ഷ്മതയുടെ അഭിപ്രായത്തിൽ പറ്റൂല എന്ന ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റൂല, നമ്മുടെ കണ്ണ് ദാനം ചെയ്യാൻ പറ്റൂല. നല്ലൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല. സ്വീകരിക്കാം, കൊടുക്കാൻ പറ്റൂല. എന്തേ? നമ്മുടേതല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുക? അങ്ങനെയാണ് വിഷയം. അപ്പോ അവിശ്വാസികളെന്ന് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് മക്കയിൽ നടത്തിയിരുന്ന ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിൽ അവരുടെ ഉത്സവങ്ങളും പ്രാർത്ഥനകളും അന്ന് വാദ്യമേളകളായിരുന്നു. മ്യൂസിക് ഉപകരണങ്ങളാ ഉപയോഗിക്കുക, ചണ്ടയും വാദ്യമേളങ്ങളും. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അത് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ശറയിൽ അത് നിരോധിക്കപ്പെട്ട വിഷയമാണ്. നമുക്കത് പാടില്ല, എവിടെ നടന്നാലും പാടില്ലാത്തതാണത്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫദൂഖുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ രുചിച്ചേക്കണം. ബിമാ കുൻതും തഖൂൻ, നിങ്ങൾ അവിശ്വാസം ചെയ്തത് കാരണമുള്ള ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേക്കണം. എന്താ ശിക്ഷ എന്നറിയോ? കുരങ്ങുകളായിട്ടും പന്നികളായിട്ടും മനുഷ്യരെ കോലം മറിക്കുന്ന നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ അത്ഭുതകരമായ ഒരു ഹദീസ്. നിങ്ങൾക്ക് ചൂടുണ്ടോ? ഇവർ കുടിക്കാൻ വെള്ളമുണ്ടോ? ബാക്കി വിഷയേ സംഘാടകർക്ക് കുടിക്കാൻ വെള്ളം, നമ്മളെ പ്രവർത്തകർക്ക് കുടിക്കാൻ ഇവർക്ക് പച്ചവെള്ളം എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെന്നാ പ്രവർത്തകർ കുടിക്കി. പൈസ കാണോ? ഫ്രീ ആയിട്ടാണോ? ഫ്രീ ആണ്. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ദാഹിച്ചവർക്ക് വെള്ളം കൊടുത്ത ഭയങ്കര കൂലല്ലേ? പറ്റുന്നവർക്കൊക്കെ കുടിക്കി ഇൻഷാ അല്ലാഹ് വിതരണം ചെയ്യും. നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഇല്ലാന്ന് പഠിച്ച ഞാൻ ഇനി എങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ മുമ്പ് പഠിച്ചവനെ ആ ഒരു ഗ്ലാസ് കിട്ടിക്കണമെങ്കിൽ നിങ്ങൾ അയക്കു നോക്കിയിട്ട് പരി പോയി കുട്ടിക്കുക കുറെ സമയം എടുക്കൂലേ? ഇൻഷാ അല്ലാഹ് വെള്ളമൊക്കെ സൗകര്യം ചെയ്യുക. അതൊക്കെ ചെയ്തവർക്ക് അല്ലാഹു കൂലി കൊടുക്കട്ടെ. ദാഹിക്കണ നേരത്ത് വെള്ളം വേണ്ടത്. ഇപ്പൊ ബിരിയാണി ഇട്ടിട്ട് കാര്യമില്ല, ഇപ്പൊ വെള്ളം വേണ്ടത് അല്ലേ? അല്ലാഹു തആല നാളെ പരലോകത്ത് ദാഹിക്കാതെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അവിടുത്തെ ചൂടും അവിടുത്തെ ഉഷ്ണവും അവിടുത്തെ പരീക്ഷണവും അല്ലാഹു നമുക്ക് അകറ്റിത്തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ചവരുണ്ടോ ഞാൻ വെള്ളം തരട്ടെ എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോൾ ആ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഒന്ന് എഴുന്നേറ്റ് സലാത്തുല്ലാനായില്ലേ? ഇടയ്ക്ക് പോണ്ടല്ലോ, പോയിക്കൊള്ളിട്ടോ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ ശരിക്കും ഉരസാൻ പറ്റുമെങ്കിൽ നല്ല ചൂടില് നന്നായിട്ട് ഉരസി. ചൂടായിട്ടില്ലല്ലോ, നന്നായിട്ട് ഉരച്ചിട്ട് ചൂടായിട്ട് രണ്ട് കവിളത്തിന് വെക്കും, കണ്ണുമ്മലൊക്കെ നോക്കി അങ്ങനെ ഒരു 3 പ്രാവശ്യം കാട്ടി വെക്കി. നന്നായിട്ടൊന്ന് ചൂടാട്ടെ. അല്ലെങ്കിലേ ചൂടുണ്ട് ഉസ്താദേ, ഇഞ്ഞിന്റെ ആവശ്യമില്ല എന്നല്ലേ. എന്നാലും കിടക്കട്ടെ, ഉറക്കൊക്കെ ഒന്ന് പോട്ടെ. ഉറക്കുണ്ടോ? നിങ്ങൾ ജമാഅത്തായിട്ട് കൊട്ട വിടുകയാണെങ്കിൽ അപ്പം നിർത്തും. അപ്പോ ഉറക്കം തോന്നി തുടങ്ങുകയാണെങ്കിൽ അപ്പം നിർത്തണം എന്നാണ്. നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ ബക്കറ്റുമായിട്ട് സമീപിക്കുന്നുണ്ട്. ബിസ്മില്ലാഹ്. അപ്പോ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആ വഴിക്ക് എന്തെങ്കിലും കൊടുക്കണേ. ജസാക്കുമുല്ലാഹു ഖൈറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ ഇരിക്കി തഖബ്ബലല്ലാഹ്. നമ്മുടെ ചുറ്റുഭാഗത്തും മഴ പെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മഴ പെയ്യോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു, ചെറിയ പേടിയൊക്കെ. പക്ഷേ അത് ഒരു നിലക്ക് ഒരു ഹൈറാണ്. ചെറിയൊരു തണുപ്പ് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ. നിങ്ങൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടോ? നിങ്ങൾ തൊട്ട് വലത് ഇടതുള്ള ആളെ പേരെന്താ നിങ്ങൾ ചോദിച്ചോ? ഇല്ലെങ്കിൽ ഒന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് പരിചയപ്പെട്ടേക്ക്. ഒന്ന് പരിചയപ്പെട്ട് ചോറ് എവിടുന്ന വരുന്ന ചങ്ങായി ചോദിച്ചു നോക്കി, എവിടുന്ന നിങ്ങൾ വരുന്നത്? ഒന്ന് പരിചയപ്പെടി. ഇതൊക്കെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ബന്ധങ്ങളായിരിക്കും. അടുത്ത് 4-3 മണിക്കൂർ അടുത്തിരുന്നിട്ട് ചോദിച്ചിട്ട് കൂടില്ല. അങ്ങനെ നമ്മൾ നാടെവിടെയാന്നാ ചോദിക്കാം. മലയാളികള് പേര് ചോദിക്കൂല. ഈ എവിടെയാണ്? ഞാൻ തിരൂര്. അവിടെ എവിടെയാ? തിരൂര് മറ്റോടത്തോ ഒക്കെ ചോദിക്കും. പേര് ചോദിക്കാൻ മറക്കും അല്ലേ? അപ്പൊ പേര് ചോദിക്കുക, എന്നിട്ട് നാടെവിടെയാന്ന് ചോദിക്കാന്ന്. അപ്പോ എല്ലാരും പരിചയപ്പെട്ടില്ലേ? ഇനി ആഖിറത്തില് നമ്മളൊക്കെ ചെല്ലുമ്പോളേ നമ്മളൊക്കെ അവിടെ വെച്ച് കണ്ടതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ ഭാഗ്യം ഉണ്ടായത്. ആഖിറത്തിൽ നമ്മൾ കണ്ടിരുന്നു എന്നുള്ള അടയാളമാണ് ഭൂമിയിൽ കണ്ടുമുട്ടണത് എന്നാണ്. നാളെ അവിടെ ചെല്ലുമ്പോഴേ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ വിചാരിച്ചൊരു വസിയത്ത് ചെയ്യാണ്.
വേദ പറഞ്ഞ ഉസ്താദ്മാരൊക്കെയാണ് ആദ്യം കുടുങ്ങാന്ന ഹദീസിലൊക്കെ ഉള്ളത്. ആ ഹദീസ് മാത്രം ഉസ്താദ്മാർ വേദ പറഞ്ഞു തരൂല. പിടിച്ച് നാവ് പിടിച്ച് വലിച്ച് കെട്ടി മുള്ളുകൊണ്ട് വലിക്കണ ശിക്ഷയൊക്കെ ഉണ്ട് എന്നാ വേദ പറയുന്നവർക്ക്. അതനുസരിച്ച് ചെയ്യാത്തവർക്ക് ഞാൻ വലിയ ബേജാറിലാണ്. എന്നെ സംബന്ധിച്ച് വേറെ ആരെ പറ്റിയല്ല പറയുന്നത്. മാഷറിൽ ചെല്ലുമ്പോഴേ കണ്ടില്ലേ പടച്ചോനെ, നമുക്ക് ചെറമംഗലത്ത് വേദറിന് ഉസ്താദ് കണ്ടല്ലോ കുടുങ്ങിക്കിടക്കണേ എന്ന് കാണുമ്പോൾ ഒന്ന് ശഫാഅത്ത് ചെയ്യണേ, ഒന്ന് ഓർമ്മ വരണം. പടച്ചോനെ ഇത് പരിചയമുള്ള ആളെ റബ്ബേ ഒന്ന് രക്ഷപ്പെടുത്തിയേക്ക് എന്ന് നാളെ ഒന്ന് ഓർമ്മ വരണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയുങ്ങളെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ്. അലൈക്കും ബിൽ ഖുല്ലാൻ, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വേണം എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ വേണം. ആ നല്ല സുഹൃത്തുക്കൾ ഗൾഫിലാ കിട്ടുക. സാധാരണ ഗൾഫുകാരങ്ങനെ മനസ്സിലാക്കല്. അവിടെ കുരുത്തക്കേടുള്ളവരൊക്കെ കുറച്ച് കുറവാണ്. കുരുത്തക്കേട് ഇവിടെ കളിച്ചിട്ടാണ് അങ്ങ് പറഞ്ഞേക്കണത് നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കണം. അപ്പോ നല്ല സുഹൃത്തുക്കൾ കിട്ടും അവിടെ. അതാണ് വലിയ സമ്പാദ്യം. പൈസയെക്കാളും വലിയ സമ്പാദ്യം ഒരുപാട് നല്ല സുഹൃത്തുക്കളാണ് ഇവിടെയും അവിടെയൊക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശഫാഅത്തിൽ ഓർമ്മ വരണം. അതിനാണ് ഈ ബന്ധങ്ങളൊക്കെ അള്ളാഹു നാളെ ഉപകാരപ്പെടുത്തട്ടെ. പരിചയപ്പെട്ട് നാളെ തന്നെ കടം ചോദിക്കാൻ കണ്ടട്ടോ, നമ്പർ വാങ്ങിയാണ്ടേ. അതിനല്ല ഈ ബന്ധം. നമ്മുടെ വെള്ളി വെളിച്ചം ലൈവ് ഇവിടെ പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വെള്ളി വെളിച്ചം യൂട്യൂബ് ചാനൽ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. വാതൊക്കെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവർക്കൊക്കെ തക്ക കൂലി നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അവിശ്വാസികൾ അവിടെ ചെയ്തിരുന്ന ഉത്സവങ്ങൾ പാട്ടുകളും മ്യൂസിക്കുമായിരുന്നു. അതിന് നാളെ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. നബിതങ്ങൾ ദുന്യാവിൽ വെച്ച് അതിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത് സയകൂനു ഫീ ഉമ്മതി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, എന്റെ സമൂഹത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശലോകത്ത് നിന്ന് ചരൽക്കല്ലുകൾ മഴ വർഷിക്കാൻ പോകുന്നുണ്ട്. മനുഷ്യന്മാരുടെ മുഖം പോലും വികൃതമാകാൻ പോകുന്നുണ്ട്. ഖീല റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ അത് എന്ന് ചോദിച്ചപ്പോ ഇദാ ദഹറത്തിൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാലാണത്. എപ്പോ പാട്ടുപാടുന്ന പെൺകുട്ടികൾ റിയാലിറ്റി ഷോകളിലോ സിനിമകളിലോ സീരിയലുകളിലോ അല്ലാത്തിടങ്ങളിലോ കലോത്സവങ്ങളിലോ പ്രായപൂർത്തിയെത്തിയ മക്കള് അന്യ ആണുങ്ങളുടെ അന്യ ചെറുക്കന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടാൻ തുടങ്ങുമ്പോ വൽ മആസിഫു, മ്യൂസിക് ഉപകരണങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയാൽ വസ്തഹല്ലത്തിൽ ഖുംറു, കള്ളുകൾ ഹലാലാണെന്ന് വൽക്കരിക്കപ്പെടുമ്പോ ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യശ്റബൂനൽ ഖംറ, മദ്യപിക്കുന്ന ആളുകൾ എന്റെ സമൂഹത്തിൽ വരാനുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയുഅസഫു അലാ റൂസിഹിം ബിൽ ഖിയാൻ, തലയുടെ മേൽ മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നവര്, നേരത്തെ പറഞ്ഞില്ലേ, ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലാതെയോ തലയുടെ മുകളിൽ മ്യൂസിക് കളിക്കപ്പെടുന്നവര്, മ്യൂസിക് ഉപയോഗിക്കുന്നവര് തലയുടെ മുകളിൽ എന്ന് പറഞ്ഞ ചെവിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന അവസ്ഥ വരും. യംസഖുഹുമുല്ലാഹു തആല ഖിറദതൻ വഖനാജീർ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവർ കടന്നു വരുമ്പോ പന്നികളുടെയും കുരങ്ങന്മാരുടെയും മുഖമായിട്ടാണ് കടന്നു വരികയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായി മ്യൂസിക് കേട്ടിരുന്ന ആളുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ, അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാതെ മ്യൂസിക് കേട്ട് നടന്നവരെ നാളെ പരലോകത്ത് തിരിച്ചറിയാൻ മുഖത്ത് നോക്കിയാൽ പന്നിയുടെയോ കുരങ്ങിന്റെയോ രൂപമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ യൗമ തറൽ മുഅ്തറല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളുടെ മുമ്പിൽ അവരുടെ തസ്ആ നൂറുഹും ബൈന ഐദീഹിം, അവരുടെ മുമ്പിൽ പ്രകാശമുണ്ട്. വബി ഐമാനിഹിം, മുഅ്മിനീങ്ങളുടെ വലതുഭാഗത്ത് പ്രകാശം, മുമ്പിൽ പ്രകാശം, പിറകിൽ പ്രകാശം. അല്ലാഹു പ്രകാശത്തിന്റെ ആവരണം അണിയിക്കുമ്പോ കുരങ്ങന്മാരുടെ മുഖമായി നമ്മുടെ ചെറിയ മക്കള് ചെറുപ്പക്കാര് നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയാൽ, നമ്മളെ പരിചയമുള്ള നമ്മുടെ അയൽപക്കക്കാര്, കൂടെ പഠിച്ചവര്, നമ്മുടെ കൂടെ കഴിയുന്നവര്, ഒരുമിച്ച് ടൂർ പോകുന്നവര്, ഒരുമിച്ച് കളിക്കുന്നവര്, ഒരുമിച്ച് ചിരിക്കുന്നവർ, ഒരുമിച്ച് സംഘമായി നടക്കുന്ന ചെറുപ്പക്കാർ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കുരങ്ങന്മാരുടെയും പന്നികളുടെയും മുഖത്തിൽ തിരിച്ചു വരുന്നത് ഭൂമിയിൽ മ്യൂസിക് കേട്ടതിന്റെ ശിക്ഷയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് വിഷയം പഠിപ്പിക്കുന്നത്. മുസ്നദിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ഹദീസുണ്ട്. ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആടിനെ മേച്ചു നടക്കുന്ന ഒരാളുടെ ഒരു വീണ കണ്ടു. ആടിനെ മേച്ചു നടക്കുന്ന ആളുകൾക്ക് അവരെ വശീകരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഒരു ഫ്ലൂട്ട്. ആടിനെ മേക്കുന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലൂട്ട്, എന്താ നമ്മൾ പറയാ, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ദ്വാരമുണ്ടാക്കി വിസിലടിക്കുന്ന ആ ചെറിയ ഉപകരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ പൊന്നുമോൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കാനിടയായപ്പോ ചെവിയിൽ വിരൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഹത്താ ജാവസ, അവിടുന്ന് കടന്നു പോകുന്നത് ചെവിയിൽ വിരൽ വെച്ചിട്ടാണ്. ആട്ടിടയന്റെ ഫ്ലൂട്ട് കേൾക്കുമ്പോഴാണോ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ബസ്സിലോടുമ്പോൾ ബസ്സിലെ ഡ്രൈവർ പ്ലേ ചെയ്യുന്നത്, നമ്മളൊരു പാസീവ് ലിസണറാ, കുറ്റുണ്ടാവില്ല. ബസ് പോവാൻ, ബസ് കയറി ചെമ്മാടെന്ന് കോട്ടാല് പരപ്പനങ്ങാട് തിരൂരിലേക്ക് പോവാൻ, താന്നൂരിലേക്ക് പോവാൻ, പരപ്പനങ്ങാട് കോഴിക്കോട്ടേക്ക് പോവാൻ ബസ്സിലാള് പ്ലേ ചെയ്ത് മ്യൂസിക്, നമ്മളത് ആസ്വദിക്കണില്ല. നമ്മളല്ലാതെ വെച്ചത് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളത് ആസ്വദിക്കാതിരിക്കാൻ കുഴപ്പമില്ല, അള്ളാഹു നമുക്ക് ഒരു ശിക്ഷയും തരില്ല. നമ്മൾ ആസ്വദിക്കാൻ നിന്നാ കുറ്റാണ്. നമ്മൾ പാസീവ് ലിസണറാണ്, കുഴപ്പമില്ല, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ചില ആളുകളുണ്ട് അവരുടെ ഖൽബിലെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ വിചാരണ. ഏതെങ്കിലും ഒരു തെറ്റ് നടക്കുമ്പോ അയാൾ അവിടെ ഇല്ലായിരുന്നു, അയാൾ പറഞ്ഞു, പടച്ചോനെ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണെങ്കിൽ അവിടെ വന്നവന്റെ കുറ്റം ആ കൊതിച്ചവൻ ഉണ്ടാകുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാദം നടക്കാൻ ആൾ ആഗ്രഹിച്ചു, പടച്ചോനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ ചെറമംഗലത്തെ മൊയ്തീൻകൊക്കെ ഉണ്ട് സൗദിയിൽ, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ. അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. പടച്ചോനെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നേനെ എന്ന ആഗ്രഹമുണ്ട് മനസ്സിൽ. ശരീരം കൊണ്ട് വന്നിട്ടില്ല, മനസ്സുകൊണ്ട് കൊതിയുണ്ട് ആ നന്മ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് കൊതിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിലും ചെയ്തതിന്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അരുതാത്തൊരു സംഗതി, കല്യാണത്തിന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വാദ്യമേളങ്ങളും ഇറങ്ങി പോരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളത് മനസ്സുകൊണ്ട് വെറുത്തു, കൽബ് കൊണ്ട് വെറുത്തു, നമ്മുടെ കൽബിൽ അതിന്റെ വെറുപ്പ് പ്രകടിപ്പിച്ചു. നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പാസീവ് ലിസണറായിട്ട് അവിടെ ഇരുന്നു, നമുക്ക് കുറ്റുണ്ടാവില്ല. അതല്ല, നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ ആസ്വദിച്ചവന്റെ കുറ്റം അതിനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിരന്തരം പാട്ട് കേൾക്കുന്ന ആളുകളുടെ കൽബിൻ അള്ളാഹു സീര് വെക്കുമെന്നാണ്. പിന്നെ വാള് പറഞ്ഞാൽ ഏൽക്കൂല, ഖുർആൻ ഓതിയാൽ തരിപ്പ് വരൂല, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ കൽബിന് പെടക്കൽ വരില്ല. കൽബ് സീല് വെച്ചിരിക്കുകയാണ്, കൽബ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇദാ അദ്നബ ദംബൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ നുകിത ഫീഹി നുക്തത്തുൻ സൗദാ, ഹൃദയത്തിന്റെ മേലെ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മ്യൂസിക് കേട്ടു, ഒരു പാട്ട് കേട്ടു, ഒരു പാട്ട് മുഴുവൻ കേൾക്കണ്ട, ഓരോ സെക്കൻഡിലും ഡോട്ടുകൾ വീഴാണ്. ഇപ്പൊ തന്നെ കൽബ് ഡാർക്കായില്ലേ. രണ്ടെണ്ണം കേട്ടു, റിമോട്ടും പിടിച്ചിരിക്കല വല്യപ്പാന്റെ പണി, വല്യമ്മാന്റെ പണി, ചെറുപ്പക്കാരന്റെ, പെണ്ണിന്റെ, ആണിന്റെ, ജ്യേഷ്ഠന്റെ, അനുജന്റെ പണി ഇതാണ്. എന്താ പിന്നെ കൽബിന്റെ അവസ്ഥ? ഇരുട്ടല്ലേ അതിന്റെ ഉള്ളില്, ഇരുട്ടല്ലേ. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ റാൻ, ഹൃദയത്തിന്മേൽ മൂടി വീണിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിന്മകൾ ചെയ്യുമ്പോൾ ഖൽബിന് അല്ലാഹു ഇട്ടുകൊടുക്കുന്ന പുള്ളികളാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തെരുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സയ്യിദു സുഹാദ്, ലോകത്ത് സുഹദ് ചെയ്ത് ജീവിച്ചവരുടെ നേതാവ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണോ അതല്ല സുഫിയാനു സൗരിയാണോ എന്ന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഉലമാഇന്റെ ഇടയിൽ. എന്താ അഭിപ്രായം എന്നറിയുന്നത്? അതിന്റെ ലക്ഷ്യം എന്താ? ആരാണ് ഏറ്റവും വലിയ സാഹിദ് എന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അത്തതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് മുമ്പിലേക്ക് കുതിച്ചു വന്നപ്പോഴും ഒരുപാട് പൈസ വന്നപ്പോഴും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുപോയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ രാജ്ഞിയായ ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് അവര് കൂടെയുണ്ട്.
മസ്ലമ സഹോദരൻ വന്ന് ചോദിച്ചു, ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് എന്റെ അളിയൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ കിടന്ന കിടപ്പിൽ ബഹുമാനപ്പെട്ടവരുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നുവല്ലോ, ആ വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുത്തൂടെ? ആളുകൾ സന്ദർശിക്കാൻ വരൂലെ, ഖലീഫയല്ലേ, രാജാവിന് തുല്യനായ ആളല്ലേ ഈ കിടക്കണത്, ഒന്ന് മാറ്റിക്കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് വന്ന് പറഞ്ഞു, ദേഷ്യപ്പെട്ട് മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞു, ഫാത്തിമ, എന്റെ സഹോദരി, നിങ്ങളുടെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്റെ അളിയനാണ്, നമ്മുടെ ഖലീഫയല്ലേ, ഈ വസ്ത്രം മാറ്റിക്കൊടുത്തൂടെ, മുഷിഞ്ഞിരിക്കല്ലേ? മൂന്നാമത്തെ ദിവസവും ഇതേ വാക്കാവർത്തിച്ചപ്പോ കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് പറഞ്ഞു, സഹോദരാ മസ്ലമ, എന്റെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഈ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല കേട്ടോ, വേറൊരു വസ്ത്രമില്ല. ദുനിയാവ് കിട്ടിയിരിക്കെ സുഹുദ് ചെയ്ത ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആളുകൾ പറഞ്ഞു, സുഫിയാനു സൗരി തങ്ങൾക്കും ദുനിയാവ് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരിക്കും ആവുക. പക്ഷേ ലൈസൽ മുജർരിബു, തജ്രീബ്, ഇവിടെ പരിചയം, പ്രാക്ടിക്കലായി കൊണ്ടുവന്ന ആള് സങ്കല്പിച്ചു ചെയ്യുന്നവനെ പോലെ അല്ലല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്നെയാണ് സയ്യിദ് സുഹാദ്, ദുനിയാവിൽ പരിത്യാഗം ചെയ്തവരുടെ നേതാവെന്ന് പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? മക്കളോട് പറയാണ്, ഉഹദ്ദിറുകുമുൽ ഗിനാ, മക്കളെ, പാട്ട് നിങ്ങൾക്ക് വേണ്ട കേട്ടോ, പാട്ട് നിങ്ങൾക്ക് വേണ്ട. ഉഹദ്ദിറുകുമുൽ ഗിനാ, 3 പ്രാവശ്യം പറഞ്ഞത്, പാട്ട് നിങ്ങൾക്ക് വേണ്ട മക്കളെ. ഫമസ്തമഅഹു അബ്ദുൻ ഇല്ലാ അൻസാഹുല്ലാഹുൽ ഖുർആൻ, പാട്ട് കേട്ടവന് ഖുർആൻ അല്ലാഹു മറപ്പിച്ചു കളയുമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ അപകടം അതാണ്, ഖുർആൻ മറന്നു പോകും. ഖുർആൻ മറന്നു, പാട്ട് കേട്ടിട്ടുണ്ടാവും, ഖൽബിൽ ഖുർആൻ മറന്നു പോകും. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മക്കളെ പഠിപ്പിക്കാമെന്ന് ഉസ്താദിനോട് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ ഉപദേശം, ലിയകുൻ അവ്വല മാ യഅതഖിദൂന മിൻ അദബിക് ബിഗള്ളിൽ മലാഹി അല്ലതി ബദൂഹാ മിനശ് ശൈത്താൻ. എന്റെ മക്കളോട് വാദ്യോപകരണങ്ങളും കളിക്കോപ്പുകളും ഒന്നും വേണ്ട എന്ന് എന്റെ മക്കളെ പഠിപ്പിച്ചേക്കണം. അതിന്റെ തുടക്കം പിശാചാണ്. വആഖിബതുഹാ സഖത്തുർ റഹ്മാൻ, അതിന്റെ അന്ത്യം കാരുണ്യവാനായ അല്ലാഹുവിന്റെ ദേഷ്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, അറഅയ്തൽ ഗിനാ അഹലാലുൻ അം ഹറാം? അക്കാർ ചോദിക്കുമല്ലോ, ഹലാലാണോ ഹറാമാണോക്കെ. ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്ന് ചോദിച്ചു, പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം, അത് ഹലാലാണോ ഹറാമാണോ? ആരോട്? സ്വഹാബിയായ തങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സയ്യിദാണ്, തങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സയ്യിദിനെ കാണുമ്പോ, നബി തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വയസ്സ് 13, ചെറുപ്പക്കാരനാണ്, സയ്യിദ് കുട്ടിയാണ്. ആ സയ്യിദിനെ കാണുമ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൈയെടുത്ത് മുത്തിയിട്ട് പറയും, ഹകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ കൈമുത്തുമായിരുന്നു ഉമർ ഫാറൂഖ് തങ്ങള്, ഇബ്നു മസ്ഊദ് തങ്ങള്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങള്, പ്രഗൽഭരായ സ്വഹാബിമാര്. അതുകൊണ്ടാണ് നമ്മൾ സയ്യിദന്മാരുടെ കൈമുത്തുന്നത്. നബി തങ്ങളുടെ സ്വഹാബത്ത് പഠിപ്പിച്ചതാ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഒരാൾ വന്ന് ചോദിച്ച ചോദ്യം, ഈ മഹാനാണ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആനിന്റെ ഇന്റർപ്രറ്റേഴ്സ്, ഖുർആനിനെ വ്യാഖ്യാനം ചെയ്തവരുടെ നേതാവ്. റഅയ്തൽ ഗിനാ ഹലാലുൻ അം ഹറാം, പാട്ട് ഹലാലാണോ ഹറാമാണോ? ഇതിപ്പോ നിങ്ങൾക്ക് വേറെ പലതും മറ്റേ ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ അങ്ങ് വേറെ വേറെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഹലാലോ ഹറാമോ എന്നൊരു ചോദ്യം വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, നിങ്ങൾ നഫ്സിനോട് ചോദിക്കുക, അപ്പൊ ഇതിന് മറുപടി കിട്ടും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അവര് സ്വഹാബിയാണ്, വാപ്പ അബ്ബാസ് എന്നവരും സ്വഹാബിയാണ്. ഇതുകൊണ്ട് റളിയല്ലാഹു അൻഹുമാ, ഉമർ തങ്ങൾ സ്വഹാബിയാണ്, മോനും സ്വഹാബിയ, അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അങ്ങനെ പറയണം. രണ്ടുപേരും വാപ്പയും മകനും സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ചോദിച്ചത് മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളില്ലാതെ അന്ന് പാടിയിരുന്ന അറബികളുടെ പാട്ടിനെ കുറിച്ചാണ്. ചില ആളുകൾ മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഉണ്ടോ? അത് വളരെ കുറവല്ലേ. എണ്ണമറ്റ വളരെ ചെറിയ
കൊച്ചു കൊച്ചു ഇൻസ്ട്രുമെന്റുകളല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു കാലത്താണ് റഈസുൽ മുഫസ്സിരീനോട്, ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവിനോട്, നബിയുടെ കുടുംബത്തിൽ വന്ന തങ്ങൾ കുട്ടിയോട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കുന്നത്, ഇത് ഹലാലാണോ ഹറാമാണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, മുഅ്മിനെ നിങ്ങളുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി കിട്ടും ഇങ്ങനെ ചോദിച്ചാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അറഅയ്തൽ ഹഖ്ഖ വൽ ബാതില, ഹഖ്ഖും ബാതിലും നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവും. ഇദാ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് ഹഖ്ഖും ബാതിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നാൽ ഫഅയ്ന യകൂനുൽ ഗിനാ, ഈ പാട്ട് ഹഖ്ഖിന്റെ കൂടെയാണോ ഉണ്ടാവുക ബാതിലിന്റെ കൂടെയാണോ ഉണ്ടാവുക? നീ പറയ്. അയാൾ പറഞ്ഞു, മഅൽ ബാതിലി, ബാതിലിന്റെ കൂടെയാണത്, ഹഖ്ഖല്ലല്ലോ. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, അതുകൊണ്ട് ഹഖല്ലാത്തത് വഴിപിഴച്ചു പോയത് തന്നെയല്ലേ. ഇദ്ഹബ് ഫഖദ് അഫ്തൈത നഫ്സക്, പോയിക്കോ, നീ നിനക്ക് തന്നെ ഫത്വ പറഞ്ഞിരിക്കുന്നു, നിനക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനി ആരോടും അത് ചോദിക്കേണ്ടതില്ല. നാളെ പരലോകത്ത് പാട്ട് വന്നാൽ ഹക്കും ബാത്തിലും വരുമ്പോ ഹക്കിന്റെ കൂടെയാണോ പാട്ടുണ്ടാവുക ബാത്തിലിന്റെ കൂടെയാണോ പാട്ട് വരിക? ഇതൊന്ന് ആലോചിച്ചാ മതി. ബാത്തിലിന്റെ കൂടെയാണല്ലോ, മതി 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 മതി, അതുകൊണ്ടത് ളലാലാണ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. മഹാനായ നബി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഫകാന യുസമ്മിൽ ഗിനാഅ മിസ്മാർ അശ്ശൈത്താൻ, പിശാചിന്റെ വാദ്യമേളങ്ങളാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാട്ടിന് പേര് വെച്ചിട്ടുണ്ട്. എന്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു പാട്ടിന് വെച്ച പേര്? മിസ്മാറുശ് ശൈത്താൻ, the musical instrument of shaitan, Satan's, പിശാചിന്റെ ഹാൻഡിക്രാഫ്റ്റ്, പിശാചിന്റേതാണ്, പിശാചിന്റെ വാദ്യോപകരണമാണ് പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖീങ്ങളുടെ നേതാവ്, അംബിയാഇന്റെ സ്ഥാനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീന കണ്ട പ്രഗൽഭനായ ഇമാം. ലാ യുഫ്താ വ മാലികും ഫിൽ മദീന, ഉലമാഇന്റെ ലോകത്ത് ഇന്നും അറിയപ്പെടുന്ന ഒരു പ്രൊവർബ്, ഒരു മഹൽ, മാലിക് എന്നവരെ മദീനത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്താരും പിന്നെ ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. മാലികി മദ്ഹബിന്റെ ഇമാമാണ്, ഇമാമു ദാരിൽ ഹിജ്റ റളിയല്ലാഹു അൻഹു, മദീന കണ്ട പ്രഗൽഭനായ ആലിം. എന്താ മസ്അല എന്ന് ചോദിച്ചു. നമ്മളെ ഉലമാഇന്റെ അഭിപ്രായങ്ങളൊക്കെ നിരത്താണ്, പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വിട്ടു തന്നു വിധി നിർണയം, അള്ളാഹുവിൻ്റെയും അവരുടെ ഹബീബിൻ്റെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെയും അഭിപ്രായം ഇതാണെങ്കിൽ എനിക്ക് ഇതോടൊന്നും യോജിപ്പില്ല, മറ്റൊന്നാണ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളും അള്ളാഹും തമ്മിലായിക്കോട്ടെ, പക്ഷെ ഇത് ഞാൻ എത്തിച്ചു തരുന്നത് എൻ്റെ ബാധ്യതയാണ്. മാലികി ഇമാമിനോടാണ് ചോദ്യം. അനിൽ ഗിനാ, പാട്ടിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണ്? മാ യഫഅലുഹു ഇൻദനാ ഇല്ലൽ ഫുസ്സാഖ്, തമ്മാടികളായ ആളുകളല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ഇത് ചെയ്യാറില്ലെന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അനാവശ്യമായ പാട്ടുകളെ കുറിച്ചായി പറയുന്നത്, നബിയെ കുറിച്ച് പാടുന്ന പാട്ടുകളല്ല. നബിയെ കുറിച്ചൊക്കെ ഒരുപാടും പാടിയിട്ടുണ്ടല്ലോ. وَأَجْمَلُ مِنْكَ لَمْ تَرَ قَطُّ عَيْنِي وَأَحْسَنُ مِنْكَ لَمْ تَلِدِ النِّسَاءُ خُلِقْتَ مُبَرَّأً مِنْ كُلِّ عَيْبٍ كَأَنَّكَ قَدْ خُلِقْتَ كَمَا تَشَاءُ. നബിയെ പറ്റി പാട്ടുപാടിയതാണത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാമുനാ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബിനെ കുറിച്ച് 100ഓളം വരികളിൽ പാട്ട് പാടിയിട്ടുണ്ട്. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്, അത് അല്ലാഹു അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതും. നബിയേ വഅജ്മലു മിൻക
അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ലം തറഖത്തു ഐനി, എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല നബിയേ. അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. വഹസനു മിൻക ലം തലിദിൻ നിസാഉ, നബിയേ അങ്ങയെക്കാളും സുന്ദരനായ ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ, ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, ഒരു ന്യൂനതയും ഇല്ലാതെയല്ലോ അല്ലാഹു നിങ്ങളെ പടച്ചത്. കന്നക ഖദ് ഖുലിഖത കമാ തശാഉ, എങ്ങനെയാണോ അങ്ങ് ജനിക്കാൻ കൊതിച്ചുപോയത് അങ്ങനെ അല്ലാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ. നബി തങ്ങളെ പറ്റി മദ്ഹ് പാടിയതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. ദീനിന്റെ പേരിലാണെന്ന് പറഞ്ഞ്, മാപ്പിളയുടെ പാട്ടുകളാണെന്ന് പറഞ്ഞ്, മാപ്പിള എന്നത് മുസ്ലിമിന്റെ പേരാ. മുസ്ലിം എന്നാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കാറുള്ളത്. മുസ്ലിമീങ്ങളുടെ പാട്ടാണെന്ന് പറഞ്ഞ് ആഭാസങ്ങൾ പാടുന്നത്, അങ്ങനത്തെവളെ ഇങ്ങനത്തെവളെ എന്ന പെണ്ണിനെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ, വ്യഭിചാരത്തിലേക്കുള്ള സ്റ്റിമുലേഷൻസ്, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്തിപ്പിക്കുന്നത്, ഒരു പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നത് ആഭാസമാണ്, ഹറാമാണ്. റുഖിയത്തു സിന, അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമി